ആഫ്റ്റർ മീ, സോ മെനി പ്രോഗ്രാം ഓഫീസർ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കോർപ്പറേറ്റിലേക്ക് മൂവ് ചെയ്തു. അവിടെ ഐ വാസ് ഹെഡിങ് പാൻ ഇന്ത്യ ഓപ്പറേഷണൽ സ്കിൽ ഡെവലപ്മെന്റ്. പിന്നെ അതെല്ലാം മടുത്ത് ഞാൻ ലോഗോ തെറപ്പിയിൽ വർക്ക്ഷോപ്സിൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ബട്ട് അഗൈൻ സെഞ്ചുറിയൻ യൂണിവേഴ്സിറ്റി ഇൻവൈറ്റഡ് മീ ടു ഹെഡ് ദർ പ്രോഗ്രാം, സോ ഐ അക്സെപ്റ്റഡ് ഇറ്റ്. So logo therapy, it's very strange. It's maybe new to you people. Because skill development, personality development workshop, but my approach is very unique. See, my approach is behavioristic and humanistic, a mix of behavioristic and humanistic. Humanism believe in the human potential. മനുഷ്യൻ്റെ ഉള്ളിൽ കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഹ്യൂമാനിസത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള. മനുഷ്യൻ പൊതുവെ നല്ലവനാണ്, അവൻ ഗ്രോ ആകാൻ ശ്രമിക്കുന്നവനാണ്, ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ ക്രിയേറ്റിവിറ്റിയും പിന്നെ പൊട്ടൻഷ്യലൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു സ്വഭാവമുള്ളവനാണ് മനുഷ്യൻ എന്നുള്ളതാണ് ഹ്യൂമാനിസം. ബിഹേവിയറിസം ഈസ് വെരി മച്ച് സയന്റിഫിക്. അതിങ്ങനെ ലാബറട്ടറി സയൻസിന് എവോൾവ് ചെയ്തതാണ്. അപ്പൊ അതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രാക്ടീസ്. നമ്മുടെ ഒരു ബിഹേവിയർ, ഫോർ എക്സാമ്പിൾ സ്റ്റേജ് ഫിയർ. നമ്മൾ സ്റ്റേജിൽ 10 തവണ കയറുമ്പോൾ ആ ഫിയർ തന്നെ മാറിപ്പോകും എന്നുള്ളതാണ് ബിഹേവിയറിസത്തിൽ നമ്മൾ പഠിച്ചെടുത്തത്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗ്രേഡഡ് ആയിട്ട്, ഫസ്റ്റ് നോൺ ത്രിട്ടേണിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ സർക്കിളിൽ സംസാരിക്കുക, പിന്നെ കൊലീഗ്, പിന്നെ പ്രൊഫഷണൽ, പിന്നെ ലാർജ് ഓഡിയൻസ്, അങ്ങനെ സ്ലോ ആയിട്ട്. അതാണ് നമ്മൾ ബിഹേവിയറിസത്തിന് എടുത്ത പാഠം. അപ്പൊ എൻ്റെ വർക്ക്ഷോപ്സ് ഈസ് എ മിക്സ് ഓഫ് ഹ്യൂമാനിസം ആൻഡ് ബിഹേവിയറിസം. സോ ഇറ്റ്സ് എ പ്രാക്ടീസ് ലൈക്ക് ഹാൻഡ് ഷേക്ക്. ഫോർ എക്സാമ്പിൾ, ചില റൂറൽ ഏരിയയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഹാൻഡ് ഷേക്ക് തരാൻ തന്നെ അറിയില്ല. സോ വിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡു ദാറ്റ്, ഹൗ ടു ഡ്രസ്, ഹൗ ടു സ്പീക്ക്. Small tips like so many small tips. You will ask them to do repeatedly, like self introduction. You will ask them to introduce himself or herself 10 times. So you will develop that mastery. So that is my primary approach, not just giving lectures. I ask them to do that. അതിനോടൊപ്പം see what I used to do is I mix the logo therapy. Logo therapy the very fundamental core in the meaning of life. I'll come back to this after giving you a brief introduction. And ningalakka trainer ayidonde, educated people ayidonde, you may be aware of the psychological methods like various counseling methods. Freud, we'll start from Freud. ഫ്രോയിഡിന്റെ അസംഷൻ എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടി വളരുമ്പോൾ ആ കൊച്ചു കാലത്ത് സംഭവിക്കുന്ന ചില ഇൻസിഡന്റുകൾ, മോസ്റ്റ്ലി ഈ സെക്ഷുവൽ അഗ്രഷൻ ആയിട്ടുള്ള, അതിന്റെ ഹാൻഡിൽ ചെയ്യാൻ ഫെയിലിയർ ആയെന്ന് വെച്ചാൽ അത് വലുതാകുന്ന സമയത്ത് അത് ബാധർ ചെയ്യുന്നുള്ളതാണ്. ആൻസൈറ്റി ആയിട്ടും ന്യൂറോസിസ് ആയിട്ടും സൈക്കോസിസ് ആയിട്ടും അത് ഇങ്ങനെ കുട്ടി വളരുന്നതോടൊപ്പം ആ ഡിസീസ് വളർന്നു വരുന്നുള്ളതാണ് ഫ്രോയിഡിന്റെ അസംഷൻ. അപ്പൊ അവന്റെ തെറപ്പി ബേസ്ഡ് ഓൺ ദാറ്റ്. പിന്നെ ഫേമസ് ആഡ്ലർ, അയാൾ ഫ്രോയിഡിന്റെ കൊലീഗായിരുന്നു, കൂട്ടുകാരനായിരുന്നു. ഹി ബ്രോക്ക് ഔട്ട് ബിക്കോസ് ഫ്രോയിഡിന്റെ ഓവർ എംഫസിസ് ഓൺ സെക്സ്, സോ ഹി ബ്രോക്ക് ഔട്ട്. ആഡ്ലറിന്റെ തീരം എന്താ വെച്ചാൽ, ഒരു വ്യക്തി ഒരു ഇൻഫീരിയാരിറ്റിന്ന് സുപ്പീരിയാരിറ്റിക്ക് പോകാൻ ശ്രമിക്കുകയാണ് ഓരോ വ്യക്തി എന്നുള്ളതാണ് ആഡ്ലറിന്റെ ഐഡിയ. അപ്പൊ അയാളുടെ തെറപ്പി ബേസ്ഡ് ഓൺ ദാറ്റ്. സോ എവറി ഇൻഡിവിജ്വൽ ഒരു ഇൻകോമ്പിറ്റൻസിന്ന്, ഒരു കുട്ടിക്ക് നടക്കാൻ പോലും അറിയില്ല, ആ കുട്ടിക്ക് എങ്ങനെ നടന്നു കിട്ടിയാൽ മതി എന്നായിരിക്കും. പിന്നെ നടക്കാൻ തുടങ്ങിയ സംസാരിക്കാൻ അറിയില്ല, പിന്നെ വായിക്കാൻ അറിയില്ല. അപ്പൊ ഈ ഇൻകോമ്പിറ്റൻസി, അത് ഇൻഫീരിയാരിറ്റി കുട്ടി ഫീൽ ചെയ്യും. അതിനെ അവര് പഠിച്ചെടുത്ത് അങ്ങനെ ഇൻഫീരിയാരിറ്റി സുപ്പീരിയാരിറ്റിക്ക് എത്തിപ്പോകുന്നതാണ് ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ മോട്ടീവ് എന്നുള്ളതായിരുന്നു ആഡ്ലറിന്റെ സിദ്ധാന്തം. അപ്പൊ ആ തിയറി തെറപ്പി ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പൊ ഫ്രോയിഡിന് കുറച്ചുകൂടെ എവോൾവ് ആയി. ആ കാലഘട്ടത്താണ് അമേരിക്കയിൽ ബിഹേവിയറിസം ഡെവലപ്പ് ആയത്. ബിഹേവിയറിസം ഈസ് പ്യൂർലി സയന്റിഫിക്. ഈ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് വിത്ത് ഡോഗ് ആൻഡ് സ്കിന്നറിന്റെ എക്സ്പെരിമെന്റ് വിത്ത് പീജിയൻ ആൻഡ് റാബിറ്റ്, അത് 100% സയന്റിഫിക് ആയി അവരിങ്ങനെ സയന്റിഫിക് ലേണിംഗ് പ്രിൻസിപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ബേസിസിൽ ട്രീറ്റ്മെന്റിൽ ബിഹേവിയർ തെറപ്പി എവോൾവ് ആയി. അപ്പൊ ഇതിലെല്ലാം എല്ലാ തെറപ്പിയിലും ഒരു സ്ട്രോങ് അഡ്വാൻറ്റേജ് ഉണ്ട്.
അതിനോടൊപ്പം ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ബിഹേവിയർ തെറപ്പി ഒന്ന് വളരെ പവർഫുൾ ആണ്. പക്ഷെ അതിലുള്ള ഡിസഡ്വാൻറ്റേജ് ബിക്കോസ് ഓൾ ദ തെറപ്പി ഈസ് ബേസ്ഡ് ഓൺ അനിമൽ എക്സ്പെരിമെന്റ്. സോ അവര് മനുഷ്യനും ഒരു ആനിമലിനും വ്യത്യാസമില്ലാത്ത രീതിയിലാണ് കാണുക. They don't give you their model is like medical model. ഡോക്ടർ ഒന്ന് രോഗിനോട് എനിക്ക് അറിയുള്ളൂ, എനിക്ക് അറിയില്ല എന്നുള്ള ഭാവമാണ് ഡോക്ടേഴ്സിന്. വരിക, സിംറ്റം എന്താണെന്ന് പറയാ, ഡയഗ്നോസിസ് ഞാൻ ചെയ്തോളും, ട്രീറ്റ്മെന്റ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തോളും എന്നുള്ളതാണ്. പക്ഷെ വെൻ വി ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്, വി ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്. ഡോക്ടർ ഈസ് എൻ എക്സ്പെർട്ട്, ബട്ട് വി ആർ ഓൾസോ എക്സ്പെർട്ട് ഇൻ അതർ ഫീൽഡ്. സോ നമുക്കും നമ്മുടെ ഡിഫിക്കൽട്ടിനെ ഓവർകം ചെയ്യാൻ നമുക്കും ചിലതൊക്കെ അറിയാം. അത് ബിഹേവിയറിസ്റ്റ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യില്ല. ബിക്കോസ് ദർ മെത്തേഡ്സ് ഡയറക്ട്ലി ആസ്ക് യു ടു ഡു ദിസ്. അപ്പൊ അതില് നിങ്ങളുടെ വ്യൂ ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഈ കോഗ്നിറ്റീവ് തെറപ്പി ഡെവലപ്പ് ആയത്. കോഗ്നിറ്റീവ് ഈസ് നത്തിങ് ബട്ട് അവർ തിങ്കിങ് പ്രോസസ്, മെമ്മറി, തോട്ട്, ഇന്റലിജൻസ്, അതൊക്കെ അത് വെച്ചിട്ടുള്ള തെറപ്പിയാണ്. അപ്പോൾ ബിഹേവിയർ തെറപ്പിയിൽ ഈ ഔട്ട്വേർഡ് ബിഹേവിയർ മാത്രമേ അബ്സർവബിൾ ബിഹേവിയർ മാത്രമേ അവർ കണക്കിലെടുക്കാറുള്ളൂ. ഈ കോഗ്നിറ്റീവ് തെറപ്പിയിൽ ഈ ഇന്റേണൽ മെന്റൽ പ്രോസസ്സും കൂടെ അവർ ഡീൽ ചെയ്യും. ലേറ്റസ്റ്റ് സ്റ്റേജിൽ ബിക്കോസ് ബിഹേവിയർ തെറപ്പി ഈസ് സോ സയന്റിഫിക്, സോ കോഗ്നിറ്റീവ് തെറപ്പി ഒന്ന് അതോട് മെർജായി. ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് അഡാപ്റ്റിംഗ് ഓൾ ദ ബിഹേവിയറൽ പ്രിൻസിപ്പിൾസ് ടു ഡു ദ കോഗ്നിറ്റീവ് തെറപ്പി. സോ നൗ ഇറ്റ്സ് ബിക്കം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. അങ്ങനെയാണ് ഈ ചികിത്സാ സമ്പ്രദായം ഡെവലപ്പ് ആയിക്കൊണ്ട് വന്നത് ശാസ്ത്രീയമായിട്ട്. ഇപ്പോ ഈ കാലഘട്ടത്ത് യൂറോപ്പിലെ ഒരു വലിയൊരു സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ഈ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ്, യു ഓൾ നോസ് ദാറ്റ്. ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ 10 മില്യൺ യൂതന്മാരാണ് കൊല്ലപ്പെട്ടത്, ഗ്യാസ് ചാമ്പറിലും പല എവിടെയും വെച്ചിട്ട്, ഒരു തെറ്റും ചെയ്യാത്ത. അപ്പം ജൂതനായി ജനിച്ചു എന്ന് മാത്രമാണ് അവന്റെ തെറ്റ്. ഇപ്പൊ നമ്മള് മുസ്ലിമായി ജനിച്ചു, ഹിന്ദുവായി ജനിച്ചു, ക്രിസ്ത്യനായി ജനിച്ചു, സോ അത് നമ്മുടെ തെറ്റല്ല. പക്ഷെ 10 ലക്ഷം യൂതന്മാർ കൊല്ലപ്പെട്ടു. ബ്രൂട്ടൽ മർഡർ. There was a lot of, it's called Holocaust. Everybody knows about Holocaust. I'm not going to explain it. ആ കാലത്ത് ഡയറക്റ്റ് ആയിട്ട് കൊന്നത്, പിന്നെ സെക്കൻഡ് വേൾഡ് വാർ മരിച്ചതിന്റെ കണക്ക് നോക്കില്ല, അത് പല ബില്യൺ ആയിരിക്കും. എല്ലാ നാട്ടും ഇന്ത്യൻസ് കൂടെ മരിച്ചിട്ടുണ്ട് ഇതിൽ. ബിക്കോസ് ഇന്ത്യ വാസ് പാർട്ട് ഓഫ് ബ്രിട്ടൻ. സോ ബ്രിട്ടൻ എൻറ്റർ ഇൻ ടു the alliance with America and Russia, France. So this was Italy and Germany was another group. So many people other than Switzerland, every country was involved in Second World War, and there was death, tragedy, everything. So ഈ കാലഘട്ടത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫിലോസഫേഴ്സ് ഹ്യൂമന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വാട്ട് ഈസ് എ ലൈഫ്? എന്താണ് ഇതിന്റെ മീനിങ്? വൈ ഡു പീപ്പിൾ ഈസ് ബിഹേവിംഗ് ലൈക്ക് ദിസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ദീർഘമായി അവർ ചിന്തിക്കാൻ തുടങ്ങി. ഫിലോസഫി ഈസ് ഓൾവേസ് ദെയർ, ബട്ട് ദേ ആർ തിങ്കിങ് ഇസ് they got confused. നമ്മുടെ ഫിലോസഫി ഒക്കെ വേസ്റ്റ് ആണോ, ഈ റിലിജൻ ഒക്കെ വേസ്റ്റ് ആണോ എന്നുള്ള അങ്ങനെ അവർ ചിന്തിക്കാൻ കൺഫ്യൂഷൻ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് അതിൽ നിന്നുണ്ടായതാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി, ലൈക്ക് ജീൻ പോൾ സാർട്രെ. ദർ ആർ സോ മെനി പീപ്പിൾ. പിന്നെ ജീൻ പോൾ സാർട്രെ ഈസ് വൺ ഓഫ് ദ ഫിഗർ. അനദർ ഫിഗർ ഈസ് നീഷെ. നിങ്ങളത് വായിച്ചു കാണും. They develop a system of philosophy called existential philosophy. അപ്പോൾ ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്നുള്ള ഒരു ന്യൂറോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ഈ വാസ് ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അയാള് കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ഈ എന്താ പറയാ, ഈ വയലൻസ്, കൊടുമകൾ നേരിട്ട് കണ്ട ആളാണ്. എവറി മിനിറ്റ് ഈസ് എ ത്രെറ്റ്. അവൻ എപ്പോഴൊക്കെ കൊല്ലുകയെന്ന് അറിയില്ല. പിന്നെ അവൻ വന്ന് യൂതന്മാരുടെ അടുത്ത് ഇങ്ങനെ മരിച്ചുപോയ യൂതന്മാരുടെ കുഴി അവരെ കൊണ്ട് വെട്ടിപ്പിക്കും. അവർ ട്രാൻസ്പോർട്ടിൻ്റെ റെയിൽ റോഡ്, ശമ്പളമൊന്നും കൊടുക്കില്ല, റെയിൽ റോഡ് അങ്ങനെ ബ്രെഡ് മാത്രമേ കൊടുക്കുള്ളൂ. റെയിൽ റോഡ് പഠിപ്പിക്കും, അവരെ കൊണ്ട് അങ്ങനെ ടാട്ട വെച്ച് അടിച്ച് പഠിപ്പിക്കും. മരിച്ചാൽ എടുത്ത് വലിച്ചെറിയും, മരുന്നൊന്നും കൊടുക്കില്ല. ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ഡൈ. സോ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. സോ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്താ പറയാ, സഹിക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ ചില വ്യക്തികൾ സന്തോഷമായിരിക്കുന്നു കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു, വൈ ഡു യു ഹാപ്പി? ടുമോറോ ഐ എം ഗോയിങ് ടു ഡൈ, സോ ഐ എം ഹാപ്പി ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് ലിവിങ് ദിസ് പത്തറ്റിക് കണ്ടീഷൻ ഇസ് ബെറ്റർ ടു ഡൈ എന്നാണ് അവർ പറയുന്നത്. ചിലർ അതിൽ സന്തോഷമായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ, ഇത് ഞാൻ എസ്കേപ്പ് ആകും. എങ്ങനെ എസ്കേപ്പ് ആകും? ഐ വിൽ ഗോ ആൻഡ് മീറ്റ് മൈ ചിൽഡ്രൻ, വൈഫ്, ആ ഹോപ്പ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇയാൾ ന്യൂറോളജിസ്റ്റും ഇയാൾ ഒരു സൈക്കാട്രിസ്റ്റ് ഒക്കെ ആയിരുന്നു, ഡോക്ടർ ആയതുകൊണ്ട് ഈ സ്റ്റാർട്ടഡ് തിങ്കിങ്
ഈ ഹോറിബിൾ സിറ്റുവേഷനിൽ ഫ്യൂ പീപ്പിൾ, സം 2% of people are very happy because they are ready to face the consequence. They accepted the reality. ഇങ്ങനൊരു ഗ്രൂപ്പ് ദേ ഹാവ് ലോട്ട് ഓഫ് ഹോപ്പ്. ഞാൻ എസ്കേപ്പ് ആകും, ഞാൻ എൻ്റെ ഫാമിലിയോട് വീണ്ടും ജോയിൻ്റ് ആകുന്നുള്ള ഹോപ്പ്. ഈ ഹോപ്പ് ഇല്ലാത്തവനും ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവനും ഡിപ്രഷനിലും പല പല പ്രോബ്ലങ്ങളും പിന്നെ ഹെൽത്തും അതൊക്കെ അസുഖങ്ങൾ പിടിച്ച് ചാകുന്ന അവരായിരുന്നു. ഇവർ ഈ ഹോപ്പുള്ളവരും ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തവരും കുറച്ച് അവിടെ ഒരു മെന്റൽ ഹെൽത്തോടെ ജീവിക്കുന്ന അയാളെ കണ്ടു. So after coming back, because the World War ended and French soldiers rescued these people, they stormed the camp and they arrested all the Hitler's people. They rescued, and within 2-3 days, he joined his own place, Vienna, and he found all his family members died in various camps. Like his wife, father, mother, brother, everybody died in different concentration camps. അപ്പൊ ഇയാൾക്കുള്ള മോട്ടീവ് ഈ ആ ക്യാമ്പിൽ അനുഭവിച്ച അതിനെ എഴുതുക. അതിൽ ഈ കഷ്ടമായിട്ടുള്ള സിറ്റുവേഷനിൽ സന്തോഷം വരുന്ന വ്യക്തികളുടെ ആ മോട്ടിവേറ്റ് ചെയ്ത് എന്താന്നുള്ളതിനെ കുറിച്ച് എഴുതണം എന്നുള്ളതായിരുന്നു ഇയാളുടെ മോട്ടീവ്. അപ്പൊ അയാളത് എഴുതി. ആ ബുക്ക് ഇസ് കോൾഡ് മാൻ സെർച്ച് ഫോർ മീനിങ്. അതായത് ബുക്ക് അയാൾ 9 ദിവസം കൊണ്ട് എഴുതി തീർത്താണ്. പക്ഷെ ആ ബുക്ക് വിത്തിൻ 10 days ഓർ വിത്തിൻ 1 month 1 million കോപ്പീസ് വിറ്റ് കഴിഞ്ഞു. അത് 173 ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ആയി, വേൾഡ് മുഴുവൻ അത് വിറ്റു. പിന്നെ അത് ഒരു പല പല മനുഷ്യന്മാരുടെയും ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു ബുക്കാണത്, മാൻ സെർച്ച് ഫോർ മീനിങ്, വിക്ടർ ഫ്രാങ്ക്ലിൻ. സോ എൻ്റെ ലോഗോ തെറപ്പി ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് ബുക്ക്. ഐ തിങ്ക് യു വിൽ ഫോളോ. ഐ തിങ്ക് ഐ നീഡ് നോട്ട് എക്സ്പ്ലെയിൻ മോർ. സോ ആ ബുക്കിൻ്റെ ഫണ്ടമെന്റൽ കോർ എന്താണെന്ന് വെച്ചാൽ മീനിങ് ഓഫ് ലൈഫാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ട്, വാട്ട് എവർ കോൺസിക്വൻസ്, ഒരർത്ഥമുണ്ട്. നമ്മളുടെ ജനിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ദൈവവിശ്വാസികൾ എൻ്റെ രീതിയിൽ ഞാൻ പറയാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള അടിയുറച്ച വിശ്വാസം. ദൈവവിശ്വാസം ഇല്ലാത്തവർ ഇപ്പൊ എന്നെ പോലെ പ്രകൃതിയിൽ ഞാനിവിടെ വന്നത് ഇപ്പോൾ വാഴമരമുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്. ഒരു 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 വള്ളത്തിനൊരു പർപ്പസ് ഉണ്ട്. ഇവിടെ ലോകത്ത് കാണുന്ന ഓരോ ഓബ്ജക്റ്റിനും ഒരു ഒരു ക്രീച്ചേഴ്സിനും ഇവിടെ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തവളയുണ്ട്, തവള പാമ്പ് കഴിക്കും, പാമ്പിനെ അങ്ങനെ ദർ ഇസ് എ മെക്കാനിസം, എന്താ പറയാ, ഒരു ബാലൻസ് ഉണ്ട് ഇതിൽ നാച്ചുറൽ. സോ ഐ കം ടു ദിസ് വേൾഡ് ബിക്കോസ് ഓഫ് ടു സപ്പോർട്ട് ദ നേച്ചർ. നേച്ചറിൽ എൻ്റെ ഒരു റോൾ ഉണ്ട്. ഇപ്പൊ ഒരു മരമുണ്ട്, മരം പല പഴങ്ങൾ അതിൽ വരും, പക്ഷികൾ കഴിക്കും, പക്ഷികൾ അതിൽ കൂട് കിട്ടും. സോ ദിസ് ട്രീ സപ്പോർട്ടിങ് ഓൾ ദിസ് ലൈഫ് ആൻഡ് ഗിവിങ് ഫുഡ്. മരം മരിച്ച ശേഷം അത് വിറകാകും, അങ്ങനെ പലതും ആകും. സോ ഇറ്റ് സർവ് സം പർപ്പസ് വിത്തൗട്ട് ഇറ്റ്സ് കോൺഷ്യസ് നോളജ്. വി ആർ ഓൾസോ ലൈക്ക് ദറ്റ്. വെദർ വി ലിവ് ഓർ ഡൈ, വി ആർ ഡൂയിങ് സംതിങ് വെരി വണ്ടർഫുൾ തിങ് ഇൻ ദിസ് വേൾഡ് ദാറ്റ് വി ആർ നോട്ട് അവെയർ. നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസ്ഫുൾ ആണ്, ഞാൻ ഇവിടെ ജനിച്ചത് വെറുതെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഡിപ്രഷനും ആൻസൈറ്റിയും ഇതൊക്കെ തന്നെ പൊക്കോളും. ഐ യൂസ് ടു, പലപേരും എനിക്ക് ശത്രുക്കളല്ല, ബിക്കോസ് ഇപ്പോൾ ഒരാൾക്കൊരു സ്റ്റാമറിങ് ഉണ്ട്. സ്റ്റാമറിങ് പോയി തെറപ്പിസ്റ്റും പല ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറയും, നീ അതൊന്നും ചെയ്യണ്ട. എന്നൊരു മീനിങ് ഞാൻ മലയാളികളോട് പറയുന്നത്, EMS നമ്പൂരിപ്പാട് ലോകപ്രശസ്തമായ സ്റ്റാമറാണ്. അയാൾ ഭയങ്കര ഭയങ്കര അയാൾ സ്റ്റാമറിങ് അയാളുടെ ഒരിക്കലും അയാളുടെ കാരിയർ തടസ്സം ചെയ്തിട്ടില്ല. അയാൾ വലിയ വലിയ നേതാവായി മാറിയാൽ വിത്ത് സ്റ്റാമറിങ്. ഇപ്പൊ എനിക്ക് സ്റ്റാമറിങ് വായിച്ചിട്ട് ഒരീഡ് അബൌട്ട് ഞാൻ മുക്കിൽ പോയി ഇരുന്ന് കയറേണ്ട വല്ല കാര്യമില്ല. സ്റ്റാമറിങ് ഇരുന്നോട്ടെ, ഐ ക്യാൻ വാട്ട് എവർ ഐ വാണ്ട് അച്ചീവ് ഇൻ ലൈഫ് ഐ ക്യാൻ അച്ചീവ് ഇറ്റ്. ഇങ്ങനെ കാലില്ലെത്തവർ, സുധാ ചന്ദ്രൻ കാലില്ല, ബട്ട് ഷീ ഈസ് എ വെരി ബിഗ് ഡാൻസർ. സോ ഇറ്റ് ഈസ് നോട്ട് ബോദറിങ് ഹർ. വെൻ യു ആർ ഡിറ്റർമിൻഡ് ആൻഡ് ഇഫ് യു നോ യുവർ സ്ട്രെങ്ത് and if you know that you can achieve certain things in this world, then this is not a problem. Nothing is the problem. Anxiety or family or പണമില്ലായ്മയോ പൊക്കമില്ലായ്മയോ കളറില്ലായ്മയോ ഇതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ വെറുതെ ഇമാജിനറിയാണ്. നമ്മൾ വെറുതെ ചുമ്മാ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ മടി കാരണം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഫാമിലി ശരിയല്ല, എൻ്റെ എനിക്ക് പൈസ ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല വലിയ ആളായിട്ടില്ല, ഇതൊക്കെ വെറുതെ പറയാം. Because these people are not able to understand their capacity. നമ്മളോട് ജനിച്ചതേ വലിയൊരു കപ്പാസിറ്റിയാണ്.
we have a lot of inner resources. Outside resources is there. People are there to help, and inside there is a lot of resources. So what is necessary is we need to understand what is our potential. So ഞാൻ ഈ സ്റ്റുഡൻസിന് ട്രെയിനേഴ്സിനും ഞാൻ അതിനുള്ള ചില എക്സസൈസ് ഒക്കെ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. I took it from various places and I also devised some techniques. So അത് ഞാൻ അവർക്ക് പഠിപ്പിക്കുന്നതാണ് എൻ്റെ ലൈഫിൻ്റെ മിഷൻ. So I cannot give this to the entire world. I can train other trainers. And other, even some students, other trainers, I can teach other educated people. They will take it to their own circle. So that's what I'm doing. അതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പേപ്പർ പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഒരു എൻ്റെ അടുത്ത് നൂറ്റുകണക്കിന് എക്സസൈസ് ഉണ്ട്. I give you only one exercise to have idea about what is logotherapy, how it works. See, I will ask one question. Whom do you admire? Like somebody says in the previous workshop, somebody says Abdul Kalam, Mother Teresa, Swami Vivekananda, എന്തെല്ലാമോ പറഞ്ഞു. ചിലർ നരേന്ദ്രമോദി പറഞ്ഞു, ചിലർ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു, ചിലർ ആരോ ഫാരിനിൽ എന്തൊക്കെ പേരൊക്കെ പറഞ്ഞു, മാഡം ക്യൂ എന്തൊക്കെയോ പറഞ്ഞു ജനങ്ങൾ. My second question is, why do you admire? So if you have time, you do that. Whom do you admire and why do you admire? You take only 2 minutes. You write it down in the paper. Whom do you admire? And my next question is, why do you admire? Please do that. I'll give you 2 minutes. See, there are so many people. Is everybody comfortable with Malayalam, or shall I switch over to English? What do you feel? Okay, sir. Quite okay now. It's comfortable. Okay. Yeah. Because there are so many, 59 people, and I doubt there may be some non-Malayalis also there. It's okay. No, sir. No problems. Quite Malayalam problem. Okay. So Can anyone? now what you follow is quite okay. Yes. Yeah. See, anyone? Please tell me whom do you admire, because I want to know whether you are able to follow. Whom do you admire and why? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളൂ. അനീഷ മാഡം പറഞ്ഞോളൂ. Whom do you admire? Okay. I admire Mother Teresa. Why? For her service, for her unconditional love and service to the society. Okay, very good. For the poor and needy. Yeah. Okay, very good, very good. Next, one more. Yes. Rajan sir, Rajan sir ഉണ്ടോ? രാജ് സാർ ഉണ്ട്, എനിക്ക് കാണുന്നുണ്ട്. രാജൻ തയ്യവലിയിൽ. രാജൻ തയ്യവലിയിൽ. Yeah, please unmute and tell me whom do you admire and why. Sir, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ രാജൻ സർ? Or anyone. Dominic sir or Joby Joseph, anyone. Or നമ്മുടെ നമ്പൂതിരിപ്പാട്, നമ്മുടെ ജയൻ സർ. ജയൻ സാർ. ജയൻ സർ. വേണ്ട സാർ, നമ്മൾ സ്ഥിരമുള്ള ആൾക്കാരാണ്, ബാക്കിയുള്ളവർ കേക്കട്ടെ. അല്ല, whom do you admire and why? അതെ, അതാ പറഞ്ഞ, നമുക്ക് സ്ഥിരമുള്ള ആൾക്കാരല്ലേ. Okay. നമ്മൾ സ്ഥിരം പറയണ കാര്യങ്ങളാണ്. Okay. മറ്റവർക്ക് ഒരു ഇത് കൊടുക്കാം. Okay. അപ്പൊ ഉണ്ണികൃഷ്ണൻ സർ. അല്ല, ഞാൻ ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഉണ്ണികൃഷ്ണൻ സർ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ കമന്റ് വന്നിട്ടുണ്ട്. മഹാത്മാ ഗാന്ധി. രാജു ഫിലിപ്സ് says മഹാത്മാ ഗാന്ധിജി. It's good. ഞാൻ അൻസാരി. കലാം. ഓക്കെ. അബ്ദുൽ കലാം സാറിനെ അഡ്മയർ ചെയ്യുന്നു. കാരണം there is a motivator for youngsters. Okay. അപ്പൊ ഭയങ്കര എല്ലാവരും എല്ലാ ക്ലാസ്സുകളിലും പ്രസംഗത്തിലും എല്ലാം ഡോക്ടർ അബ്ദുൽ കലാമിന്റെ പേര് വരും. ദാറ്റ് മീൻ അത്രമാത്രം ആളുകളിൽ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുകയും പിന്നെ അങ്ങേരുടെ മനസ്ഥിതിയെ കുറിച്ചും
എല്ലാം വളരെ ഇതാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് ഇൻഫ്ലുവൻസസ്. Okay, very good, very good. We need to clap, but the online ആയതുകൊണ്ട് Zoom ആയതുകൊണ്ട് actually we need to clap. Okay. Yes. See, നമ്മളിങ്ങനെ ലെക്ചർമാര് ചെയ്താൽ അത് ശരിയാവില്ല. നമ്മൾ എക്സസൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഇതിന്റെ എഫക്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ബിക്കോസ് യു ആർ ആൾ ട്രെയിനേഴ്സ്, ആർ most of them are psychologists and half of them are trainers. So if you know the power of this exercise, you should do this. ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ട് ശരിയായില്ല. ഇപ്പൊ ഞാൻ 2-3 പേര് പറഞ്ഞല്ലോ, I'll give you the clue. If time permit, I'll do once again. എൻ്റെ വർക്ക്ഷോപ്പിൽ ഒന്ന് നിങ്ങൾ കയറിക്കോളൂ. I'll do sometime freely also, sometime paid also. എൻ്റെ വർക്ക്ഷോപ്പിൽ കയറിക്കോളൂ. I'll give you some 25 exercises. It will transform your life. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു, അത് പിന്നെ മാഡം പറഞ്ഞു മദർ തെരേസ എന്ന്. സി മദർ തെരേസന്റെ കൈവശം, മദർ തെരേസന്റെ, I don't know the language, she has so many other qualities, not only that, but Anisha madam admire Mother Teresa because of her unconditional love. And this are told about Abdul Kalam because of his motivative ability to motivate others. And Mahatma Gandhi for his dedication to the nation. See, why do you admire him? No, why do you admire Mahatma Gandhi? Because you have that quality. See, somebody says unconditional love to Mother Teresa because you admire Mother Teresa for her unconditional love, because you admire her because you have that quality. Otherwise, you cannot admire her. Similarly, this our friend is a good motivator and he wants to become a powerful motivator. That's why he's looking for other person who is the good motivator, and he found Abdul Kalam. You understand? There are thousands of people around, and you choose the person to admire and who fit to your need. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നമ്മൾക്ക് ഏതാണോ നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റി, ആ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിനെ നമ്മൾ, ഒരു പ്രബലത്തിലുള്ള ഒരു വ്യക്തി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരെ അഡ്മയർ ചെയ്യണം. ഇപ്പോൾ ഓടാനും ചാടാനും കഴിവുള്ള ഒരു യുവാവ് ഒരു ഫുട്ബോളറെ ആയിരിക്കും അഡ്മയർ ചെയ്യുക. അതുപോലെ ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചാൽ ആദിശങ്കർ എന്ന് പറയും, ബിക്കോസ് ഐ ആം ആൾവേസ് ലുക്ക് ഫോർ ഇന്റലക്ച്വൽ ചാലഞ്ചിങ് തിങ്സ് ആൻഡ് സ്കോളർഷിപ്പ്. എനിക്ക് എൻ്റെ സ്കോളർഷിപ്പ് പോരാ, എനിക്ക് ന്യൂ സ്കോളർഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സോ ഐ ഫൗണ്ട് ഹീ ഈസ് ദ മോർ സ്കോളർലി പേഴ്സൺ, നോട്ട് ഫോർ റിലിജൻ, ഈസ് മോർ സ്കോളർ, ഈസ് ഏബിൾ ടു ഡിഫീറ്റ് എവറി വൺ ഇൻ ഡിബേറ്റ്. അന്ന് കാലത്തുണ്ടായിരുന്ന അയാളെ എൻട്രായ ഓരോ ഡിബേറ്റിലും ഈ വൺ ഈസ് എ വിന്നർ ബിക്കോസ് ഈ സച്ച് എ ലോജിക്കൽ പേഴ്സൺ. സോ ദിസ് വി അഡ്മയർ ഹിം ബിക്കോസ് വി ഹാവ് ദറ്റ് ക്വാളിറ്റി. ഇപ്പൊ എൻ്റെ അടുത്ത് ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ അയാൾ അഡ്മയർ ചെയ്യില്ല. I think you understand this. So that is your inner power. That is your inner strength. And this is your uniqueness. ഈ ഗ്രൂപ്പിലുള്ള സമൂഹത്തിലുള്ള 100 ആളുടെ ഇടയിൽ നിങ്ങളുടെ യുണീക്ക് ക്വാളിറ്റി വന്ന് ഇതാണ്. നിങ്ങളെ ആ വ്യക്തിയോട് നിങ്ങൾ കണ്ട ആ ക്വാളിറ്റിയാണ്, അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്. പ്ലീസ് ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. And I'm expecting everyone should do this. Then only you will understand your inner quality. Similarly, I have some 100 of exercises. I don't give lecture because there are 100 people are there to give lecture. I will ask them to do the exercise. Simple exercise, but it will empower you. നിങ്ങളെ തന്നെ നിങ്ങളെ കാണുന്ന ഇത് വ്യത്യാസമാകും. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇത് ലോഗോതെറപ്പിന്റെ ഒരു പാർട്ടാണ്. See, we are not addressing the negative aspects at all. We are also positive people. We look only the positive side of the human being. മനുഷ്യൻ്റെ അടുത്ത് എന്ത് കഴിവുണ്ട്, ഈ വ്യക്തിൻ്റെ അടുത്ത് എന്ത് കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അവന് തന്നെ മനസ്സിലാക്കി കൊടുക്കലാണ് ലോഗോതെറപ്പി. അല്ലാണ്ട് അവൻ്റെ നെഗറ്റീവിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കളയലല്ല. ഇപ്പൊ ഡിപ്രഷൻ ആണെന്ന് വെച്ചാൽ ഞാൻ ഡിപ്രഷൻ ഒന്നും ട്രീറ്റ് ചെയ്യാറേ ഇല്ല. ഐ വിൽ മേക്ക് ദം ടു അണ്ടർസ്റ്റാൻഡ് യു ഹാവ് എ പൊട്ടൻഷ്യൽ, യു ഹാവ് എ ലോട്ട് ഓഫ് കറേജ്, യു ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ഇൻ ദിസ് വേൾഡ്, ആൻഡ് യു ആർ വെരി യുണീക്ക്. വിത്ത് യുവർ യുണീക്നെസ്, വിത്ത് യുവർ ഇന്നർ കപ്പാസിറ്റി, with your knowledge, with your skill set, you can do so many things. പിന്നെ അവിടെ ഡിപ്രഷൻ, അവിടെ എന്താ കാര്യം? ആൻസൈറ്റി. ഞാൻ എൻ്റെ ഓൺ കേസ് പറയാം. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആൻഷ്യസ് ആണ്. വലുതിന് ശേഷം ട്രെയിനിലൊക്കെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ആ കൊങ്കൺ റൂട്ടിൽ ടണലിൽ വന്ന് എനിക്ക് ഭയങ്കര പേടി. ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് ട്രെയിനിൽ നടി കുടുങ്ങി ഞാൻ അതിൽ പെടുമോ എന്നുള്ള ഭയങ്കര ഭയമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എന്തെങ്കിലും ട്രെയിൻ ബുക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യും, book and cancel. And the ഭാര്യ, what is happened to this guy? She used to ask me, what is wrong with you?
പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ ഫ്ലൈറ്റായി കുറെ ഒരു 8 കൊല്ലമായിട്ട് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു ലേശം ഒരു ഭയം, ഇത് എവിടെ വീഴുവോ, തീ പിടിക്കുവോ. സോ ഐ യൂസ് ടു ക്യാൻസൽ മൈ ട്രിപ്പ്. സി വാട്ട് ഐ ഡിഡ് നോ, ഐ ഡിസ്ക്ലോസ് ടു പീപ്പിൾ. ഞാൻ എൻ്റെ ഇത് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കാതെ നാലാളോട് പറഞ്ഞ് ചിരിച്ചു. ഐ ലാഫ് അറ്റ് മൈസെൽഫ്. ഒരു തവണ അങ്ങനെ ചിരിച്ചപ്പോൾ പിറ്റേ എൻ്റെ ഭയം പോയി. Laughter is a very powerful therapy. You laugh at yourself. See, I wasted my time like this. I did, എൻ്റെ അടുത്ത് ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഇത് അറിയാതെ എത്ര കാലം ഇരുന്നു. You laugh at yourself. You literally you laugh with people. You tell to some 3-4 people, you laugh. You laugh loudly. And Jayan Nambudripad is behavior therapist. You do laughter therapy. And this therapy is different. You will ask you to laugh, like, ha 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 ha, laugh. My laughing is different. I ask them to laugh at yourself. Like, ഇതെല്ലാം ഈ കഴിവുണ്ടായിട്ട് ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു. യു ലാഫ് ലൗഡ്ലി. ദെൻ ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നടന്നു. യു ജസ്റ്റ് ലാഫ്. അറിയാതെ ഞാനിങ്ങനെ ലെക്ചറൊക്കെ കൊടുത്തു, ഞാനിങ്ങനെ എത്ര ട്രെയിനിലൊക്കെ നടന്നു. യു ലാഫ് അറ്റ് യുവർ സെൽഫ്. നെക്സ്റ്റ് ടൈം നോ യു വിൽ എംപവർ. അറിയാത്ത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ദ ലാഫർ ഈസ് ദ അനദർ വെരി പവർഫുൾ ലോഗോതെറപ്പി മെത്തേഡ്. ലോഗോതെറപ്പിയിൽ വേറൊരു വെരി പവർഫുൾ മെത്തേഡ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് പാരഡോക്സിക്കൽ ഇന്റൻഷൻ. That behavior therapists also use that method. Both behavior therapists and logotherapy use that method. It is nothing but doing the opposite, like, or doing the same thing. So for an example, ഒരാൾക്ക് ഇങ്ങനെ ഈ അബ്സസീവ് കമ്പൽഷൻ ന്യൂറോസിസ്, ഒരു വീട് പൂട്ടിയ ഡൗട്ട് വരും, വീണ്ടും പോയി ചെക്ക് ചെയ്യും. സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം ചെക്ക് ചെയ്യും. So what we will do, we'll ask them to check 100 times. Okay, you go and check again. No. Sometimes I put it in the, no sir, and ശരിക്കും put, no, you go and check once again. We ask them to check 100 times. അവൻ തന്നെ ഫെഡ് പറ്റത് വിട്ടളയും. That is one method. See, now don't do that എന്ന് പറയില്ല, do that again. Somebody will wash hand 10 times. We'll ask them to wash 200 times. ഒരു 3 സോപ്പ് വാങ്ങിച്ചു കൊടുത്ത് ടാങ്കിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് അത് കഴിയുന്നവരെ വാഷ് ചെയ്യാൻ പറയും. 100 times. അവർ ഫെഡ് പറ്റിയത് വേണ്ട, വിടുവേ, അത് ഒന്നുമില്ലാതെ ഞാൻ ചെയ്യുന്നത് വെറുതെ ആണെന്ന് മനസ്സിലാക്കും. അത് ഒരു മെത്തേഡ്. See, I treated a person who had a problem in urinating in the public toilet. So nobody likes to go to public toilet. Even I don't like, but when we are traveling in between, so what to do? We have to go there now sometime. We cannot be always in home, or we not be always in home or office. Sometimes we may be traveling also. So what I did now, ഒരു കുപ്പി പെപ്സി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഒരു 15 മിനിറ്റ് ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം. പിന്നെ അഗെയിൻ ഒരു 1/2 കുപ്പി പെപ്സി. Then I took him to, പറഞ്ഞു, സാർ എനിക്ക് യൂറിൻ പോകണം എന്ന് പറഞ്ഞു. കം, പബ്ലിക് ടോയ്ലറ്റ് കൂട്ടിയിട്ട് പോയി. നോ സാർ, ഐ ഡോണ്ട് വാണ്ട് ടു. നമ്പർ നോ അതർ ഓപ്ഷൻ, കം ദർ. ഇല്ല സാർ, എനിക്ക് യൂറിൻ വരില്ല, നീ യൂറിൻ പാസ് ചെയ്യണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 2 മിനിറ്റേ നിന്നുള്ളൂ. He passed urine very quickly because he want to go out quickly. He understand I will not allow him to go out until urinate. So he passed very quickly. Next time പറഞ്ഞു, സാർ ഇപ്പം എൻ്റെ പ്രോബ്ലം സോൾവ്. ഒറ്റ സെഷൻ, ഒരേ ഒരു സെഷൻ. You will not give counseling for 10 days or 6 months. സൈക്കാട്രിയിൽ 6 കൊല്ലം 7 കൊല്ലം ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യം, ഒറ്റ സെഷൻ. What I did now, I asked him to stand there, don't urinate. Because he want to go out and no other way. Until urinate, I will not allow him to go out. So this technique is called paradoxical intention. This techniques you can use very imaginatively with various type of cases. Like, see, one writer, you all know about writer's cramp. See, kai muscle ingane valikum ingane. So they cannot able to write. And you blame because if എൻ്റെ കൈ നന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടാവും, ഞാൻ സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങി എന്നൊക്കെ പറഞ്ഞു നടക്കും. ഒരാളിങ്ങനെ പറഞ്ഞു നടന്നു. ഞാൻ എന്ത് ചെയ്തു അവനോട്, ഓക്കെ, യു ഡോണ്ട് റൈറ്റ്, യു ഡിക്റ്റേറ്റ്, സം അസിസ്റ്റന്റ് വിൽ റൈറ്റ്, അറേഞ്ച് അസിസ്റ്റന്റ്, നീ അവന് പേ ചെയ്യ്, യു ഡോണ്ട് റൈറ്റ്, യു ജസ്റ്റ് ടോക്ക്, യു വിൽ റൈറ്റ്. അവർ 2 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സാർ എൻ്റെ ക്രാമ്പ് ശരിയായി. പിന്നെ ഐ ഡിസൈഡഡ് നോട്ട് ടു റൈറ്റ് ബിക്കോസ് റൈറ്റിംഗ് നമുക്ക് ശരിയാകില്ല. ഐ ഫൗണ്ട് സം അതർ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ട്. 6 കൊല്ലം ഇങ്ങനെ ക്രാമ്പ് കൂടെ നടന്ന ആള് ഒറ്റ സെഷനിൽ സെക്കൻഡ് ഡേയിൽ വന്നിട്ട് എൻ്റെ ക്രാമ്പ് ശരിയായി എന്ന് പറയും. ബിക്കോസ്
the cramp evenly created because if he write, no one is going to publish. He know that secretly. പിന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും ഞാൻ എഴുത്തുകാരനാകാൻ പോവാണ് പറഞ്ഞ് നടന്നു. അതിനുവേണ്ടി ജേർണലിസം പഠിച്ചു. പക്ഷെ അയാൾക്ക് എഴുതാൻ കിട്ടില്ല. എഴുതാൻ കിട്ടും, ലെറ്ററൊക്കെ എഴുതാൻ കിട്ടും. പക്ഷെ ഇത് പുറത്ത് പറയാൻ വയ്യ, ഈഗോ ഇല്ലേ. അപ്പൊ അയാൾ ഇങ്ങനെ ക്രാമ്പ് ഡെവലപ്പ് ചെയ്തു. See, if you tell them directly, you will get hurt. Ego issue വരും. I told you, you don't write, somebody will write. So he understands. So I cannot play this game anymore because this guy is so smart and he's not threatening me. He understands. Second day he came and told me, sir, my cramp is over. Now I decided not to become a writer. I'll do some other job because I already have a master's degree and a journalism degree. I can do some other job. And after 6 months, he settled down in life. He was doing some other job, and I don't know, I follow. So this technique is called paradoxical intention. This is invented by Viktor Franklin, but widely used by behavioral therapists. This you can use in variety of setting, like see, ഒരാള് ഉറക്കം വരുന്നില്ല, ഉറക്ക ഗുളിക കഴിച്ചാലേ ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നു. 7 കൊല്ലമായി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞു, ഉറക്ക ഗുളിക കഴിച്ചോളൂ, നൈറ്റ് നിങ്ങൾ ഉറങ്ങണ്ട എന്ന് പറഞ്ഞു. ബെഡിൽ പോയി കിടക്കുക, ഉറങ്ങണ്ട. അല്ല സാർ, എനിക്ക് ഉറക്കം വരില്ല. നിങ്ങൾ ഉറങ്ങണ്ട, അതുകൂടെ. സി യു ട്രൈ ടു സ്ലീപ്പ്. പിന്നെ ഉറങ്ങി. സാർ ഞാൻ ഗുളിക കഴിച്ചു, അതുകൊണ്ട് ഉറങ്ങി. പിറ്റേ ദിവസം നിന്ന് ഗുളിക കഴിക്കാം, എന്താ നമുക്ക് നോക്കാം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മരിച്ചൊന്നും പോയില്ല. വിൽ സി വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു ദിവസം ഗുളിക കഴിക്കണ്ട. ദെൻ ട്രൈ നോട്ട് ടു സ്ലീപ്പ്. ഗോ ടു ബെഡ്, ലൈ ഡൗൺ, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ഡോണ്ട് സ്ലീപ്പ്. അവൻ പറഞ്ഞു, സാർ ഇന്ന് നല്ല ഉറങ്ങി, ഇന്നലെ ഗുളിക കഴിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരി, ഇന്ന് ഗുളിക കഴിച്ചോ, ആൾട്ടർനേറ്റ് ഡേയ്സ്. പിന്നെ പറഞ്ഞു, വീക്ക്ലി 2 days വിട്, അടുത്ത വീക്ക്ലി 3 days വിട്. സിസ്റ്റമാറ്റിക്കായിട്ട് വിദ്ര ചെയ്യിപ്പിച്ചു. പിന്നെ അവനോട് ഞാൻ പറഞ്ഞത് ഉറങ്ങണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ബെഡിൽ പോയി കിടന്നു, പക്ഷെ ഉറങ്ങണ്ട. ഹിയർ ഐ റിമൂവ് ഡിസ് ആൻസൈറ്റി. ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്ന ആൻസൈറ്റി. ഇപ്പോൾ ഡോക്ടർ ടോൾഡ് മീ ഡോണ്ട് സ്ലീപ്പ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് തെറപ്പി. ഐ ഷുഡ് നോട്ട് സ്ലീപ്പ്. ഇവൻ ബെഡിൽ പോയിട്ട് ഉറങ്ങണം, അയ്യോ ഗാഡ്, ഐ നീഡ് ടു ഗെറ്റ് സ്ലീപ്പ്, സ്ലീപ്പിംഗ് പിൽ, അല്ല ഉറങ്ങണം, ഉറക്കം വരില്ലല്ലോ. ഈ ആൻസൈറ്റി ഇപ്പോൾ പോയവന്. സോ ഐ റിമൂവ് ഡിസ് ആൻസൈറ്റി ബൈ ആസ്കിങ് ടു ഡു ദ സെയിം തിങ്. ഞാൻ വെളിയിൽ നിന്ന് ഒരു മരുന്നോ വെളിയിൽ നിന്ന് ട്രീറ്റ്മെന്റോ എക്സ്റ്റർണൽ പാക്കേജ് ഒന്നും ചെയ്തില്ല. ഉറക്കത്തിന് തന്നെ ട്രീറ്റ്മെന്റ് ആക്കി മാറ്റി. ഉറങ്ങണ്ട പറഞ്ഞപ്പോൾ അതിന് ഉറക്കം വന്നു. ദിസ് ടെക്നിക് ഇസ് കാൾഡ് പാരഡോക്സൽ ഇന്റൻഷൻ. യു ക്യാൻ യൂസ് യുവർ ക്രിയേറ്റിവിറ്റി ടു ഡിവൈസ്. This you can use for so many other psychological conditions, and even your training program you can do this. If some people, and all of you know about neuro-linguistic programming. So this originated from the hypnotist, the Milton. അയാളാണ് ഇത് ആദ്യം ചെയ്തത്. അയാളുടെ മെത്തേഡ് പഠിച്ചിട്ടാണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പിന്നെ ഡെവലപ്പ് ആയത്. Now there are so many people. അയാള് 100% പീപ്പിളിനെ ഹിപ്നോട്ടൈസ് ചെയ്യും സ്റ്റേജിൽ. ആൻഡ് നോ അതർ ഹിപ്നോട്ടിസ്റ്റ് ക്യാൻ ഡു ദിസ്. ഹിപ്നോട്ടിസ്റ്റ് ക്യാൻ ഡു ഓൺലി 80%. 20% ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിസ് ഗൈ ക്യാൻ ഹിപ്നോട്ടൈസ് 100%. അത് ടെക്നിക്ക് എന്താ വെച്ചാൽ, ഈ റെസിസ്റ്റൻസ്, ചില റെസിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ ഉറങ്ങി, ഇയാൾ എന്ത് ചെയ്യും നോക്കട്ടെ, അങ്ങനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വരും. അവർ ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്ത് ചെയ്യും, അവരിനെ സ്റ്റേജിൽ വന്നിട്ട് യു ഡോണ്ട് സ്ലീപ്പ് എന്ന് പറയും അവരടുത്ത്. So this guy want to resist. Oh, even ഉറങ്ങണ്ട പറഞ്ഞു, ഞാൻ ഉറങ്ങും. See, mind will resist, so he will get into hypnosis. So that is his technique he use. അതെന്നാണ് ഡെവലപ്പ് ആയിട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അങ്ങനെ ഡെവലപ്പ് ആയിട്ട് വന്നത്. He also use the same thing, paradoxical intention. The same problem can be converted into treatment. When we talk about, I told about EMS Namboodiripadu. And the very famous constitutional lawyer, Palkiwala, he was a very good stammerer. And after certain time, he stammering because he have not seek any treatment. ഞങ്ങൾ ഇങ്ങനെ സ്റ്റാമറിംഗ് ഉള്ളവരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നീ ഒരു കോളേജ് സ്റ്റുഡൻ്റ്, നീ സ്റ്റാമർ ചെയ്യുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. The whole your class with boys, girls, teacher, parents, everybody knows you are a stammerer. Don't try to hide it. Hide it ഒരു കാര്യമില്ല. എവറിബഡി നോസ്. നിങ്ങൾ സംസാരിക്കാതിരുന്നാലും സ്റ്റാമർ ചെയ്യുന്ന ആളാണെന്ന് നിന്റെ ഫ്രണ്ടിന് അറിയാം, നിന്റെ സിസ്റ്റേഴ്സിന് അറിയാം, ക്ലാസ്മേറ്റ്സിന് അറിയാം, ടീച്ചർക്ക് അറിയാം. സ്റ്റാമർ ചെയ്തു. ഡോണ്ട് ഫീൽ എന്താ പറയുക, അവർ കളിയാക്കുന്നോ
എല്ലാവരും ചിരിക്കുന്നോ, അല്ല ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് പ്രോപ്പർലി. നോ, ഡോണ്ട് തിങ്ക് അബൌട്ട് യു ആർ എ സ്റ്റാമർ, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് സ്റ്റാമർ. പിന്നെ അവൻ ഞാൻ കൊടുത്ത ചാലഞ്ച് അവൻ ടീച്ചറോട് ഞാൻ വർക്കൗട്ട് ചെയ്തു. ടീച്ചറോട് ഇരുന്നിട്ട് ഞങ്ങളൊരു പ്ലാൻ ഡിവൈസ് ചെയ്തു. അവരുടെ സിസ്റ്ററിനെ കൂട്ടി ഞങ്ങൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി. ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ അവരുടെ അടുത്ത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് സ്റ്റേജിൽ, ചെറിയ സ്റ്റേജിൽ യു ഷോ പീപ്പിൾ, ബയാട്ട് ചെയ്തവൻ, യു ഷോ പീപ്പിൾ ഹൗ ഗുഡ് യു ആർ ഇൻ സ്റ്റാമറിംഗ്. ടാസ്ക് ടീച്ചർ പറഞ്ഞു, സി ഈസ് ഗോയിങ് ടു ഷോ യു സ്റ്റുഡൻസ്, സി അവർ ഫ്രണ്ട് ടുഡേ ഈസ് ഗോയിങ് ടു ഷോ യു ഹൗ ടു സ്റ്റാമർ. അങ്ങനെ അനൗൺസ് ചെയ്തു. സോ ഈ കെയിം ദർ. അവരുടെ ടാസ്ക് വന്ന് ഹൗ ടു സ്റ്റാമർ എന്ന് മറ്റവർ കാണിക്കേണ്ടതാണ്. സോ ഹി വാസ് നോട്ട് ഏബിൾ ടു സ്റ്റാമർ. വണ്ടർഫുൾ. വന്ന് സാർ നിങ്ങൾ എന്ത് മായം ചെയ്ത്, എന്ത് മന്ത്രം ചെയ്ത് ചോദിച്ചു എന്നോട്. ബിക്കോസ് ഐ ജസ്റ്റ് റിമൂവ് ഹിസ് ആൻസൈറ്റി. ബിക്കോസ് യു ഹാവ് ലോട്ട് ഓഫ് ആൻസൈറ്റി. ഗേൾസ് തിരിക്കോ, ഇല്ല ഇവർ എന്നെ റെസ്പെക്ട് ചെയ്യാതെ പോകുമോ, ഇല്ല ടീച്ചർ എന്നെ കളിയാക്കോ. ഹി വാസ് ബിൽഡ് ഓഫ് ആൻസൈറ്റി ഫോർ 10 years, 12 years. ഒറ്റ സ്ട്രോക്കിൽ ആൻസൈറ്റിനെ റിമൂവ് ചെയ്തു. സി വി ആസ്ക് ദം ടു സ്റ്റാൻഡ് ഇൻ ദ സ്റ്റേജ്, ഷോ പീപ്പിൾ ഹൗ ഗുഡ് യു ആർ ഇൻ സ്റ്റാമറിംഗ്. സോ നൗ ഹി ഈസ് നോട്ട് ഏബിൾ ടു സ്റ്റാമർ. പിന്നെ അത് വേറെ അക്കേഷനിൽ സ്റ്റാമർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ അങ്ങനെ പോയി, തന്നെ പോയി. ബിക്കോസ് ഐ ഷോഡ് ഹിം സ്റ്റാമറിംഗ് ഈസ് നോട്ട് ഹിസ് ബർത്ത്, എന്താ പറയുക, ബർത്ത് അവനോട് കൂടെ ഉള്ളതല്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഹിസ് ബർത്ത് റൈറ്റ്, ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഹിസ് ബർത്ത് കണ്ടീഷൻ. ദാറ്റ് ബിക്കോസ് ഓഫ് ഹിസ് ആൻസൈറ്റി, ബിക്കോസ് ഓഫ് ഹിസ് ഹാബിറ്റ്, ബിക്കോസ് സംബഡി റീഇൻഫോഴ്സ്ഡ് ഇറ്റ്, ഹിസ് ഹാബിറ്റ്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം എടുത്ത് കണ്ടീഷനിങ് ചെയ്ത്, അത് ചെയ്ത്, ഇത് ചെയ്ത്, കൗൺസിലിംഗ് കൊടുത്ത് അവിടെ സമയമൊന്നും കളയേണ്ട കാര്യം. ലോഗോതെറപ്പി is such a very powerful technique. ഒരു സെഷൻ, 2 സെഷൻ മതി വിത്ത് ഇന്റലിജന്റ് പീപ്പിൾ. പീപ്പിൾ ആർ ഡൾ, then I cannot help it. പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്ക് ബിഹേവിയർ തെറപ്പി വേണ്ടി വരും, ചിലപ്പോൾ സൈക്കാട്രിക് മരുന്ന് കൂടെ വേണ്ടി വരും. ഈ ബുദ്ധിയുള്ള ഒരാൾക്ക് പറഞ്ഞ ഫോളോ ചെയ്യുന്ന, അതൊരു മോട്ടിവേഷൻ ഉള്ള ആൾക്ക് 1 സെഷനോ 2 സെഷനോ മതി. സോ ലോഗോതെറപ്പിന്റെ ഫണ്ടമെന്റൽ ഐഡിയ വന്ന് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസിനെ കണ്ടെത്തുക. ഓരോ വ്യക്തിയും അതിന് നമ്മുടെ അടുത്ത് എന്ത് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇൻ വാട്ട് വേ ഐ എം യുണീക്ക്. ഇപ്പോൾ ഈ കോയമ്പത്തൂർ ഒരു ബിരിയാണി കടയുണ്ട്. ഇറ്റ്സ് എ സ്മോൾ, എവറിബഡി റഷ് ടു ദറ്റ് ഷോപ്പ് because there is a big queue, because this biryani is very unique. മറ്റേ ബിരിയാണി കടമാരല്ല. Similarly, you should develop a uniqueness. You have a uniqueness, you should know that I am നിങ്ങളുടെ യുണീക്നെസ്സിനെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കൂടെ കാണിക്കേണ്ടത്. So people automatically will see, we all know the Rahman. You will always search for a unique voice. Now ഈ എന്താണ് Sid Sriram, find out the guy from New York, because his voice is very unique. So he become very popular. നമ്മളിങ്ങനെ യേശുദാസിന്റെയും പി സുശീലന്റെയും നമ്മുടെ ചിത്ര മാഡത്തിന്റെ വായിച്ച് കേട്ട് കൊല്ലങ്ങളായി കേട്ടിരിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വായിസ് കേട്ടപ്പോൾ ഈ ബിക്കം വെരി ഫേമസ്. സോ ദാറ്റ് ദ യുണീക്നെസ് ഇസ് മാറ്റർ. നമ്മളൊന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ചപ്പാത്തി ആണെങ്കിലും, ഇല്ല നമ്മൾ ചെയ്യുന്നത് ഒരു ടോക്ക് കൊടുക്കുന്നതാണെങ്കിലും, അല്ല നമ്മുടെ ഒരു ജോലിയാണെങ്കിലും, ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണെങ്കിലും, ഡോക്ടർ ജോലിയാണെങ്കിലും, വക്കീൽ ജോലിയാണെങ്കിലും, വാട്ട് എവർ ദ ജോബ്, യു ആർ എ ട്രെയിനർ, യൂസ് ദാറ്റ് ഇൻ യുവർ യുണീക്ക് മാനർ. അതാണ് നിങ്ങളുടെ USP. Don't try to imitate others. There are 100 people. Don't do similarly. You do അത് യുണീക്ക് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ ശരിയായില്ല. You have a uniqueness, use it. That's it. That you should understand what is your uniqueness. Every individual has a uniqueness. And every human being has a huge potential to do a lot of things. Once your life is a purpose, you need to understand it. That will make them understand by giving some structured experiment. Like I give you an experiment now, like whom do you admire? Similarly, through various exercises, we make them understand the life is meaningful, and this is not, my life is not wasting, the very waste ചെയ്യാനുള്ളതല്ല. ഞാനിങ്ങനെ ഈ ഒന്നുമില്ലാത്ത കാര്യത്തിന് പൈസ ഇല്ല പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി തറവാട് ശരിയില്ല എന്നും, ഞാൻ പൊക്കമില്ല എന്നും, അല്ല എൻ്റെ കളർ ഡാർക്ക് ആണെന്നോ, ഇല്ല പലതും എഡ്യൂക്കേഷനിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നോ, ഇല്ല you look around, people are shamelessly talking so many rubbish things. ഇതൊന്നും നിങ്ങൾ ബാധകമല്ല. അത് നിങ്ങൾ you are determined to do something
You can do that with all your problems. I have 100 problems, but you can do this. അത് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലങ്ങൾ തന്നെ പ്രോബ്ലം ഇല്ലാതെ പൊയ്ക്കോളും. You can see gestalt therapy also. It's also doing the same thing in a different language. അവരിങ്ങനെ പെർസെപ്ഷനെ കുറിച്ച് സംസാരിക്കും. And all therapy are doing the same thing, but they use different language. ബിഹേവിയർ തെറപ്പി ആയിക്കോട്ടെ, ലോഗോ തെറപ്പി ആയിക്കോട്ടെ, പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അല്ല ഈ തെറപ്പി ആയിക്കോട്ടെ, ആ തെറപ്പി ആയിക്കോട്ടെ, ഗസ്റ്റൾട്ട് ആയിക്കോട്ടെ, what they do is the same thing, but the language is different and their understanding is different. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ബിഹേവിയർ തെറപ്പിയിലാണ് എൻ്റെ PhD, but I become a logotherapist because I start understanding things in a very different manner. So that is my USP. People will call me only because I'm a logotherapist. And you people also develop within your domain. If you are an electrical engineer or you are something else, you are a businessman, do that with your own എന്താ പറയാ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് യു ഡു ദാറ്റ്. ഞാനൊന്ന് ഇവിടെ ഈ ഗ്രൂപ്പിൽ പലരും ബിസിനസ് ആണ്. ഐ വുഡ് ലൈക്ക് ടു സേ വൺ, ബോംബെയിൽ ഒരു ബിസിനസ് മാനെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ വായിച്ചതാണ്. ഈസ് എ ഷുഗർ മെർച്ചന്റ്. ബാംബെ ഈസ് എ മാർവാടി. അവൻ ഈ ഹോൾസെയിലില് ഷുഗർ എന്ത് വിലക്ക് കിട്ടണോ ആ വിലക്ക് റീറ്റെയിൽ ഷുഗർ വിൽക്കും. അതിന് ഷുഗറിന്റെ വില എന്താണെന്ന് അറിയില്ല, എനിക്ക് മറന്നുപോയി, വൈഫിനെ അറിയുള്ളൂ. സോ യു വിൽ സെൽ ഇൻ ദ ഹോൾസെയിൽ പ്രൈസ് ഓഫ് ദ റീറ്റെയിൽ മാർക്കറ്റ്. സോ ഓൾ അതർ ഷുഗർ കച്ചവടക്കാർക്ക് ഇതിന് മേലെ ഭയങ്കര ഡൗട്ടാണ്. ഇവനെന്തോ മായം കലക്കിയാണ്, അതിലെന്തോ അഡൽട്ടറി ഉണ്ട്, ഇല്ല അവനെന്തോ ലോ കാസ്റ്റ് ആണ്. അവന്റെ മേലെ പല ഡൗട്ടായിരുന്നു. അവനെ ഇവന്റെ കച്ചവടമാണെങ്കിൽ ഭയങ്കര നല്ല ബിസിനസ്സാണ്, ഇവനെ എങ്ങനെയും പിടിപ്പിക്കണം പറഞ്ഞ് പല ചെയ്തു, കംപ്ലൈന്റ് കൊടുത്ത് നോക്കി. അവരിൽ വന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അവന്റെ എല്ലാമേ പെർഫെക്റ്റ് ആണ്. ഇവനെ കൊണ്ട് എങ്ങനെ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളത് ആർക്കും മനസ്സിലാകാത്ത ഒന്നാണ്. ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിലിൽ വിൽക്കണം. ഇതെന്താ സംഭവം എന്നുള്ളത് then started people asked inquiring him. He is not disclosed. He was not disclosed. One day he disclosed that, see, and the market is huge because I am giving huge margin to my എന്നോട് ബിസിനസ് ചെയ്യുന്നോട് ഞാൻ ഹ്യൂജ് പ്രോഫിറ്റ് മാർജിൻ കൊടുക്കും. അതുകൊണ്ട് everybody took sugar from me. All retail traders എൻ്റെ അടുത്ത് ഷുഗർ വാങ്ങി because they get a huge margin. അതുപോലെ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് ഞാൻ ബോംബെ, പൂന, താന, എൻ്റെ ആ റീജിയനിലേക്ക് ഞാൻ ഷുഗർ സപ്ലൈ ചെയ്യുന്നത്. സോ എൻ്റെ ഷുഗർ സപ്ലൈ ഈസ് സോ ഹ്യൂജ്. ഞാൻ എൻ്റെ ഷുഗറിന്റെ പ്രൈസിൽ ഒരു പൈസ കൂടെ എക്സ്ട്രാ വാങ്ങിക്കില്ല. പക്ഷെ ആ ഗന്നി ബണ്ടിൽ ഉണ്ടല്ലോ, അത് തിരിച്ചു വരും, ഞാൻ അത് മറിച്ചു വെക്കും. എൻ്റെ ഗന്നി ബണ്ടിലാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. See how wonderful. He is a real businessman. ഷുഗറിന്റെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് അവരുടെ റീറ്റെയിലർ കൊടുത്തിട്ട് ആ ചാക്ക് തിരിച്ചു വാങ്ങിയിട്ട് അവനെ മറിച്ചു വെക്കും. അതിലാണ് അവന്റെ പ്രോഫിറ്റ്. ബിക്കോസ് മൈ ബിസിനസ് സോ ഹ്യൂജ്. ഗന്നി ബണ്ടിൽ തന്നെ എനിക്ക് ഒരു ദിവസം 20,000 ഗന്നി ബണ്ടിലാണ് എനിക്ക് തിരിച്ചു വരുന്നത്. സോ ഐ സെൽ ദാറ്റ്. അതുകൊണ്ട് എൻ്റെ വർക്കേഴ്സിന് സാലറി കൊടുക്കും, എൻ്റെ പ്രോഫിറ്റ് എടുക്കും, ടാക്സ് അടയ്ക്കും, കറണ്ട് ബിൽ കൊടുക്കും. അതുപോലെ എൻ്റെ അടുത്ത് ഇത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദ ബിസിനസ്. സോ ഹി ഡിഡ് ഹിസ് ബിസിനസ് ഇൻ എ വെരി എന്താ പറയുക, പ്ലാനഡ് മാനർ, വെരി ഹ്യൂമാനിറ്റേറിയൻ മാനർ, and also very unique manner. So he become very big businessman. I am not asking you everybody do like this, but you try to find out in which way you can make profit. Profit maximize ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്നതിനും പ്രോഫിറ്റ് വേണ്ടേ? So you share profit with them, then only people will come to you. So that he invented because so many people are business people. That's why I told this example. So either this guy understand his strength. എനിക്ക് ചാക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഇവൻ മനസ്സിലാക്കി. പിന്നെ ഇവൻ മനസ്സിലാക്കി ഞാൻ വില കുറച്ച് കൊടുത്താൽ ഈ എൻ്റെ മാർക്കറ്റ് എൻ്റെ അടുത്തേ വരുള്ളൂ എന്നുള്ളവൻ, എൻ്റെ അടുത്ത് ഈ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വില കൂട്ടണമെന്നില്ല എന്നുള്ളവൻ മനസ്സിലാക്കി. സോ ദാറ്റ് ഇൻ ദാറ്റ് മാനർ ഹി ബിക്കം എ വെരി ബിഗ് ബിസിനസ് മാൻ. ഓക്കെ, വിൽ കം ബാക്ക് ടു ലോഗോതെറപ്പി. ലോഗോതെറപ്പിയിൽ already told you two techniques. One is paradoxical intention. Second one is finding your meaning of life. Third one, there are other techniques because these people hate techniques, but they use some techniques, but they hate. Behavior therapy fully techniques are, but logotherapy normally they hate techniques because they want narratives, they want stories, they want you to understand the meaning of your own life. They നമ്മൾ കേട്ട് വളർന്ന സ്റ്റോറീസ്. ഇപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞ സ്റ്റോറീസ് ഒക്കെയാണ് ചെറിയ ചെറിയ വാർ ടൈം സ്റ്റോറീസ്. ഈ സ്റ്റോറീസ് ആണ് എൻ്റെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്തത്.
ഇപ്പൊ മദർ തെരേസാനെ പറ്റി നിങ്ങൾ പഠിച്ച സ്റ്റോറീസ്, അബ്ദുൽ കലാം, അത് സ്റ്റോറിയാണ്, ആരോ പറഞ്ഞത് എവിടെ കേട്ടത്, ആ സ്റ്റോറി മോൾഡഡ് യുവർ പേഴ്സണാലിറ്റി. അതുപോലെ ഈ ബിഹേവിയർ തെറപ്പി, ലോഗോ തെറപ്പീസ് ലൈക്ക് ടു ഷെയർ സ്റ്റോറീസ് ആൻഡ് യുവർ ഓൺ, ദേ ആസ്ക് യു വാട്ട് സ്റ്റോറീസ് യു ഹിയർഡ്. അതിനാണ് നമ്മുടെ ലൈഫിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ ബട്ട് ഇറ്റ് നീഡ് അണ്ടർസ്റ്റാൻഡിങ്. വെൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലോഗോ തെറപ്പി, ഇറ്റ്സ് വെരി ഈസി ടു ഡു. ഇപ്പോൾ ബിഹേവിയർ തെറപ്പിയിൽ ഞാനൊരു ബുക്ക് പഠിച്ചു, മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ. എത്ര 640 പേജാണ്, ബാൻഡൂരായിട്ട് ബുക്ക്. ആ ബുക്ക് ഫുള്ള് പഠിച്ചു, ഞാൻ പാസ്സാകണ്ടേ. പിന്നെ എംഫിൽ എനിക്ക് കോഴ്സ് വർക്ക് ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി ബിഗ് ബുക്ക്. പക്ഷെ ലോഗോ തെറപ്പിയിൽ അത്ര വലിയ ബുക്കൊന്നും ഇല്ല, വെരി സ്മോൾ ബുക്ക്. പിന്നെ ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ കോർ ഓഫ് ദ ഐഡിയ, then you can become a very good behavior therapist. So you need not become behavior therapist. Whatever job you are doing, you may be a lawyer, or you may be a doctor, you may be a teacher, you can use it in your എന്താ പറയുക, നിങ്ങളുടെ ഫീൽഡിൽ, ബിസിനസ്മാൻ. ആൻഡ് ഇറ്റ്സ് എ ലൈഫ് ട്രാൻസ്ഫോം. ഞാൻ ഒന്ന് 95%, ഞാൻ ഒന്ന് ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ 95% ഓഫ് ടൈം ഐ എം ഹാപ്പി. ദേഷ്യം വരും, 2 മിനിറ്റ്. ഐ വിൽ സ്കോൾഡ് അറ്റ് പീപ്പിൾ. ഓഫീസിൽ ചില ഞാൻ ഫയർ ചെയ്യേണ്ടി വരും. ഐ വിൽ ഷൗട്ട് അറ്റ് ദം. Sometimes I'll act like getting. I don't get angry, but I act because കാര്യം നടക്കണ്ട അതിനോട്. പിന്നെ അടുത്ത മിനിറ്റ് അവനെ വിളിച്ച ഇൻക്രിമെന്റ് കൊടുക്കുക അങ്ങനെ. Because വൈഫാണ് ഞാൻ ഇങ്ങനെ, I will angry, I'll show anger and I'll shout at her, but only 2-3 minutes because I otherwise I feel happy in my life. Such happiness will come to you also. You can also be happy. And I know you mostly this group people happy ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യലും നിങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള മനസ്സ് വരണമെങ്കിൽ ഒരു സർട്ടൻ ഡിഗ്രി ഓഫ് സൊഫിസ്റ്റിക്കേഷൻ വേണം. യു ആർ ദർ, ബട്ട് യു ലുക്ക് അറൗണ്ട് പീപ്പിൾ, ഹൗ പാവർട്ടി സ്ട്രിക്കൻ ആർ, കള്ള് കുടിച്ചിട്ട് വീട്ടിൽ ഭാര്യ അടിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര ജനങ്ങളാണ് നമ്മുടെ ചുറ്റിയുള്ളവർ. അവർക്കൊക്കെ ഈ ലോഗോ തെറപ്പി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ബട്ട് വെൻ വി ആർ ഹാൻഡ്ലിംഗ് വിത്ത് ദം, യൂസ് ദിസ് ആൻഡ് എംപവർ. യു ആർ എംപവർ, you try to empower them also. That is my request. I also decided to take this message to the ഇന്ത്യയിൽ ആരുമില്ല. ഞാൻ അങ്ങനെ കുറേ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു, അവർ അസോസിയേഷനിലൊക്കെ ചോദിച്ചപ്പോൾ ലോഗോ തെറപ്പി ചെയ്യാൻ ആളില്ല. Then I decided I will do this. Even though I am a behavior therapist, I decided to spread logo therapy in India. Now people know, people recognize me as a logo therapist and people are calling me from everywhere. Morning എനിക്ക് സെഷൻ ഉണ്ടായിരുന്നു ലക്നോയിൽ. Afternoon I was in Central University. Daily I'm getting so various people are calling me. Before lockdown, people are calling me because I developed uniqueness. I have a mission. മറ്റുള്ളവർക്ക് മിഷനും മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് എൻ്റെ മിഷനായിപ്പോൾ. So I'm so happy. So you people, I'm assuring you, you people also get that happiness, joy. And പിന്നെ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എനിക്ക് സ്റ്റേജ് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ഇപ്പൊ അതെല്ലാം പോയി എനിക്ക്. ഇപ്പൊ എത്ര വലിയ ഓഡിയൻസും ഓഡിയൻസ് ഉള്ള വലിയ ആളായിരിക്കും, വൈസ് ചാൻസലർക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഫീൽ എനി, ബിക്കോസ് വാട്ട് ഐ സ്പീക്ക് ഈസ് ഫ്രം മൈ ഹാർട്ട്. ബുക്കിൽ പഠിച്ചതല്ല. എനിക്ക് തെറ്റ് വരാൻ ചാൻസ് ഇല്ല. ബിക്കോസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൺലി ഐ ആം ഷെയറിംഗ്. സോ ഐ ഡോണ്ട് ഹാവ് എനി ആൻസൈറ്റി നൗ. ആൻസൈറ്റി ഉണ്ട് എന്നല്ല പറയുന്നില്ല, പക്ഷെ ഈ സ്റ്റേജ് ഭയം ഒക്കെ ഇല്ല എനിക്ക്. ഇറ്റ്സ് കംസ് ത്രൂ only because I understand I am the only person can do logo therapy in India. That is my uniqueness, that is my strength. അപ്പോൾ എനിക്ക് എൻ്റെ ആൻസൈറ്റി എല്ലാം പോയി. അതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. സി, ദൈവം അല്ലെങ്കിൽ നേച്ചർ പ്രൊവൈഡഡ് എവ്രി വൺ ഗീവ് പൊട്ടൻഷ്യൽസ്. നേച്ചറോ ദൈവമോ ആർക്കും ഇവിടെ കുറവ് വെച്ചിട്ടില്ല. നമ്മളാണ് നമ്മളെ കുറവുകൾ ഉണ്ടാക്കി, കുറവുള്ളതായിട്ട് നമ്മൾ ഭാവിച്ച്. സി, ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും മക്കൾ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. സോ വിൽ പ്രഷറൈസ് അവർ ഓൺ ചിൽഡ്രൻ. കോച്ചിങ് ക്ലാസ്സിൽ വിടും. ചിലപ്പോൾ അതിന് പോയട്രി ആയിരിക്കും, ചിലർക്ക് ഇങ്ങനെ ടെന്നീസ് കളിക്കുന്നതായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതിനെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്ത് മാത്തമാറ്റിക്സ് പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ അവർ അറിയാതെ പോകും ഇപ്പോൾ. സോ ദാറ്റ് ഈസ് വെരി റോങ്. അവരുടെ സ്ട്രെങ്ത് എന്താണോ മനസ്സിലാക്കിയിട്ട് അതിൽ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കടമ. ആസ് എ എൽഡർലി പീപ്പിൾ, അവർ ഡ്യൂട്ടി യങ്സ്റ്റേഴ്സ്, യൂത്തിൻ്റെ അടുത്ത്, നമ്മുടെ കുട്ടികളുടെ അവർ സ്ട്രെങ്ത് എന്നാണ് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പർ ട്രെയിൻ. ഇപ്പൊ മ്യൂസിക് വരുന്നവർക്ക് മ്യൂസിക് ട്രെയിൻ കൊടുക്കുക. മ്യൂസിക് വരാത്ത, ഇപ്പോൾ ഞങ്ങളുടെ ജാതിയിൽ എല്ലാവരും മ്യൂസിക് പഠിക്കുന്നു പറയും. എത്ര പേർക്ക് മ്യൂസിക്, ചിലർക്കൊന്നും വരില്ല, വെറുതെ അതൊക്കെ വരില്ല അവർക്ക്. അത് കാര്യമില്ല. അവർ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന വിട്ടിട്ട്
അവന് ചിലപ്പോൾ എഴുതാനായിരിക്കും വരിക. അവർ എൻകറേജ് ദം ടു റൈറ്റ്. ചിലർക്ക് വെരി ഗുഡ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. മേക്ക് ദം എ ഗുഡ് ഓർഗനൈസർ. ചിലർക്ക് ബിസിനസ് ഐഡിയ ഉണ്ടാവും. മേക്ക് ദം എ ഗുഡ് ബിസിനസ് മാൻ. ഡോക്ടർ തന്നെ ആകണം, എഞ്ചിനീയർ തന്നെ ആകണം, IIT തന്നെ പോകണം വെച്ച് വാശി പിടിക്കാതെ കുട്ടികളെ അവരുടെ കഴിവുകൾ അനുസരിച്ചുള്ളതിൽ നമ്മൾ തിരിച്ചു വിട്ടാൽ തന്നെ ഈ ലോകത്ത് ഈ ഡിപ്രഷനും ആൻസൈറ്റിയും ഈ ഇതൊന്നും അത്ര ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് വന്നു കഴിഞ്ഞ് പിന്നെ ഇപ്പം എന്താ ചെയ്യാം? വളർന്നു വലുതായി, റോങ് കാരി ചോസ് ചെയ്തു, തെറ്റായിട്ടുള്ള പേഴ്സണൽ കല്യാണം കഴിച്ചു, ഇപ്പോൾ തെറ്റായിട്ടുള്ള ജോബിൽ പെട്ടു, ഇപ്പോൾ ഹാപ്പി ഇല്ല, സന്തോഷമില്ല, സ്കില്ലില്ല, ജോലി, ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കൂടെ യു ക്യാൻ ചേഞ്ച് യുവർ ജോബ്. ഇപ്പൊ കൂടെ യു ക്യാൻ ഹാവ് യുവർ ലൈഫ്, യു ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് ഇൻ ടു. സോ Logotherapy will help you. Read that book, Man's Search for Meaning. ഒരേ ഒരു ബുക്ക്. ഇറ്റ്സ് അവൈലബിൾ ഇൻ Amazon. നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഫ്രീ കോപ്പി ഉണ്ട്. ഒരു 150 rupees കൊടുത്ത ബുക്ക് വായിക്കാം. Amazon ഡോർ ഡെലിവറി. Read that book, empower yourself. Any doubt ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Or if you have more time, I can discuss. Yes, sir. Thank you, sir. That was a wonderful session. എങ്ങനെ എനിക്ക് 9 മണിക്ക് ക്ലോസ് ചെയ്യണോ? അല്ല, Okay. Okay. We'll I'm wind up so after this sorry. process. I'm so sorry. I'm because my language is so, my Malayalam is so horrible. Because I never studied Malayalam in my life. ഇങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുള്ള എനിക്ക് വായിക്കാൻ കൂടി അറിയില്ല. അതുകൊണ്ടാണ്. So sorry for that language. But with my language difficulty, I think I'm able to communicate what I want to convey. Sure, sir. Sure, sir. True. Sir, that was a wonderful session, sir. And then let your mission come true, and let all of our hopes and acceptance of reality, let all them come true, and let us Anyone can achieve. ask, anyone ask question? Yes, Kabir Question sir ചോദിച്ചോ. hand raise ചെയ്തിട്ടുണ്ട്. Kabir sir yes. hand raise ചെയ്തിട്ടുണ്ട്. Yes, yes, sir. ചോദിച്ചോളൂ, sir. സാറ് സെഷൻ വളരെ നന്നായിരുന്നു. Is that Kabir is my friend Kabir? എനിക്ക് Kabir എന്നൊരു friend ഉണ്ട്. യെസ് ഫ്രം ദോഹ ഖത്തർ. Okay. Yes, sir. യെസ് സർ. Okay, yeah. ആദ്യം തന്നെ എന്റെ സുഹൃത്തും എന്റെ പിന്നെ കോളേജ് മേറ്റും ആയിട്ടുള്ള മുജീബിനോട് എന്റെ പിന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. അവനാണ് നമ്മളെ ഈ ഗ്രൂപ്പിലേക്ക് എത്തിച്ചത്. ഞങ്ങൾ ഒന്നിച്ചിട്ടായിരുന്നു പൊന്നാനി MES. അപ്പൊ Okay. മുജീബ് അവിടെ Hi, Kabir. യെസ് Hi, Kabir. യെസ്. Any doubt ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ലോഗോതെറാപ്പിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാനത് എന്റെ ഒരു ഡൗട്ട് എന്താന്ന് ചോദിച്ചാൽ സാർ, എന്തുകൊണ്ടാണ് ഈ ലോഗോതെറാപ്പി ഇത്രയും പിന്നെ യൂസ്ഫുൾ ആവണേ? കാരണം പിന്നെ ഒരു പിന്നെ മറ്റുള്ള സാറ് പറഞ്ഞു കുറെ പിന്നെ ബിഹേവിയറൽ സയൻസിൽ ഒരുപാട് തിയറീസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് മാത്രം ഇത്ര എഫക്റ്റീവ് ആവണം സാർ? ഇത് എഫക്റ്റീവ് അല്ല സാർ. ഞാൻ പറയാം. എഫക്റ്റീവ് അല്ല. ഇത് എഫക്റ്റീവ് ഓൺലി വിത്ത് ഇന്റലിജന്റ് പീപ്പിൾ. യുവർ IQ is more than 120, then it is effective. If it is not, it will not work. You need to go to behavior therapy, even psychiatry. IQ 60 ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈക്കാട്രി മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നോ തെറപ്പി വിൽ ഹെൽപ്പ് യു. IQ ഉണ്ട്. Your IQ is high, that's why you are able to understand. Otherwise, because you see, I make you understand, and if you are not able to understand, ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു വെച്ചാൽ it will not work. Okay. It will not work with people those who are not able to understand. പിന്നെ ഭയങ്കര എമോഷണൽ ആയിട്ടുള്ള ആൾക്ക് ഇത് വർക്ക് ആകില്ല. അത് എന്തുകൊണ്ടാണ്? അത് മനുഷ്യന്മാരൊക്കെ എമോഷണൽ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് 98-99% മനുഷ്യന്മാർ ഇമോഷണൽ ആണ്. എല്ലാവരും എമോഷണൽ ആണ്. ബട്ട് വെൻ യു ആർ able to think reasonably, your rationality, if you are intelligent, the logotherapy will work. Because you need to understand what I'm telling. Because നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ യുണീക്ക് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? നിങ്ങളുടെ യുണീക്ക് you need to discover. I cannot tell you what is your uniqueness. You need to discover. I have some techniques. I have some procedure.
ഞാൻ പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ എത്ര പേര് എഴുതി എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് എഴുതിയവര് റെസ്പോണ്ട് ചെയ്തവർക്ക് ദേ അണ്ടർസ്റ്റാൻഡ്, ദേ ഹാവ് ദറ്റ് ക്വാളിറ്റി. അത് ചെയ്തവർക്ക് അത് മനസ്സിലായില്ല. So that you need to be intelligent and you need to follow the instruction. Otherwise, it will not work. ഓക്കെ സാർ. Okay. Okay, sir. sir. Kabir Any sir. other Okay. Any other question? ഉണ്ണികൃഷ്ണൻ sir ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ sir ചോദിച്ചോളൂ. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാനൊരു ട്രാവലിംഗിലായതുകൊണ്ടാണ് നേരത്തെ വിളിച്ചപ്പോൾ ഒന്നും എടുക്കാതിരുന്നും പ്രതികരിക്കായിരുന്നു. സാറിന്റെ ഭാഷ ഒരു കുഴപ്പമില്ല, നന്നായി മനസ്സിലാവുന്നുണ്ട്. സാർ എനിക്ക് I know my limitations, sir. ഇല്ല സാർ, നന്നായി പറയുന്നുണ്ട് സാർ, മലയാളം കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സാർ എനിക്കത് മീനിങ് ഓഫ് ലൈഫിനെ കുറിച്ചും വിൽ ടു മീനിങ്ങിനെ കുറിച്ചും പിന്നെ ഫ്രീഡം ഓഫ് ദ വില്ലിനെ കുറിച്ചും സാർ പറഞ്ഞത് നന്നായി മനസ്സിലായി. ഞാൻ ഈ പിന്നെ നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് ഇതില്ല പാരഡോക്സിക് ഇന്റൻഷൻ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. എനിക്ക് സാർ ഈ ലോഗോ ഡ്രാമയെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അതാണ് ഞാൻ പ്രധാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. സർ, ലോഗോ ഡ്രാമ എന്നുണ്ടോ? സൈക്കോ ഡ്രാമ എന്നുണ്ട്, ലോഗോ ഡ്രാമ എന്നുണ്ടോ? ഞാനൊരു ഇതുപോലെ ഇതിന് പങ്കെടുത്തപ്പോൾ അന്നിങ്ങനെ പറഞ്ഞിരുന്നു ലോഗോ ഡ്രാമ. എനിക്കത് കൃത്യമായി മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാനത്. അല്ല സാർ, ഞാൻ സത്യം പറയാം, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. സൈക്കോ ഡ്രാമ എന്നുണ്ട്. ആണോ? ലോഹോ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയുടെ മീനിങ് എന്നാണ്. ഇറ്റ്സ് മീനിങ് തെറപ്പി എന്നാണ്. സൈക്കോ ഡ്രാമ എന്നൊന്നുണ്ട്. അത് വന്നിങ്ങനെ നമ്മുടെ ഈ എമോഷണൽ പ്രോബ്ലങ്ങളൊക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ I was avoiding the topic because some rape victim, അവർക്ക് വല്ലാതെ ഒരു ഷെയിം ഉണ്ടാകും, ഒരു ഗിൽറ്റ് ഉണ്ടാകും, ഒരു എന്തെല്ലാം ഉണ്ടാവും. സോ they cannot lead a normal life. അവരോട് ഒരു ഡ്രാമ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അതിങ്ങനെ ലാംഗ്വേജിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ബോഡി ലാംഗ്വേജിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലൈക്ക് ഡാൻസ് തെറപ്പി, ഡ്രാമ തെറപ്പി. അപ്പോ അത് അവർ മൈൻഡിൽ റിസോൾവ് ആയി പോകും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു സ്കിസോഫ്രീനിയ ഉണ്ടെന്ന് വെച്ചോളൂ, അവന് ബുദ്ധി വർക്ക് ചെയ്യില്ല, പ്രായം ചോദിച്ചാൽ വേറെ എന്ന് പറയും. അപ്പൊ അവനോട് ഒരു ഡാൻസ് തെറപ്പി, ഒരു ഡാൻസ് മൂവ്മെന്റ് അത് ചെയ്യുമ്പോ അവന്റെ ഈ മനസ്സിൽ ഇങ്ങനെ മനസ്സിന്റെ അൺകോൺഷ്യസ് കെട്ടിക്കിടക്കുന്ന ആ ഫീലിങ്സ് ഇങ്ങനെ റിസോൾവ് ആകും ബോഡി മൂവ്മെന്റിൽ കൂടെ. സോ ഇറ്റ്സ് കോൾഡ് സൈക്കോ ഡ്രാമ, സൈക്കോ ഡാൻസ് തെറപ്പി, സൈക്കോ ഡ്രാമ എന്ന് പറയും. പക്ഷെ ലോഗോ ഡ്രാമ എന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ലോഗോ എന്നുള്ള വേർഡ് ജർമ്മൻ വേർഡാണ്. അത് മീനിങ് എന്നുള്ളതാണ്, അതിന്റെ മീനിങ് തെറപ്പി എന്നുള്ളതാണ്. ലൈക്ക് പെർസൺ സെന്റർ തെറപ്പി വരുന്ന പോലെ ഇറ്റ്സ് എ മീനിങ് സെന്റർ തെറപ്പി. ഓൾ ദ തെറപ്പി ടെക്നിക്സ് ഇസ് റോൾ അറൌണ്ട് മീനിങ് ഓഫ് ലൈഫ്, മീനിങ് ഓഫ് യുവർ തിങ്സ് എന്നുള്ളതാണ്. അപ്പൊ എനിക്കിത് ലോഗോ ഡ്രാമ എന്നുള്ളത് എനിക്ക് അറിയാത്തുള്ളൂ. ഞാൻ അങ്ങനെ അന്ന് കേട്ടതുകൊണ്ട് ചോദിച്ചപ്പോ എനിക്കത് കൃത്യമായി മനസ്സിലായില്ല. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു, നമ്മുടെ ലൈഫിലെ ഒരു ഡ്രാമയായിട്ട് മനസ്സിൽ കണ്ട് അതിൽ നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്കത് കൃത്യമായില്ല. അപ്പൊ അതാണ് ഞാൻ സാറോട് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു സാർ. നല്ല സെഷനായിരുന്നു. ലാംഗ്വേജ് ഒക്കെ വളരെ നന്നായി മനസ്സിലായി. അതുപോലെ എനിക്ക് ഒന്നും കൂടി ഈ പാരഡോക്സിക്കൽ ഇന്റൻഷൻ ഒന്നും കൂടി വളരെ ഉപകാരപ്രദമായി. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാണ്. ഞാനത് പല സ്ഥലങ്ങളിൽ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഒന്നും കൂടി ഗുണമാക്കി തന്നു. വളരെ വളരെ പിന്നെ ഒരു മെയിൻ കാര്യം ഡിസ്കസ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളൂ. അത് വിൽ ടു പവർ, വിൽ ടു മീനിങ്. അതെ അതെ അതെ, അത് ഞാൻ പറയാൻ ചോദിച്ചപ്പോൾ ഓർമ്മ. അത് വിൽ ടു മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ മീനിങ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള വിൽ പവർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് യു ഹാവ് ടു യൂസ് ഇറ്റ്. അത് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് മാത്രമേ നിങ്ങളുടെ ലൈഫിന്റെ മീനിങ് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യു നീഡ് ടു എക്സസൈസ് യുവർ വിൽ പവർ. എന്നെ കൊണ്ടാകില്ല, എനിക്ക് പറ്റില്ല, എന്ത് മീനിങ് ലൈഫിൽ, തിന്നു മരിച്ചു, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ. ഇഫ് യു ആർ നോട്ട് എക്സസൈസിങ് യുവർ വിൽ പവർ, യു കനോട്ട് ഡിസ്കവർ യുവർ മീനിങ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു എംപ്ലോയ് യുവർ വിൽ പവർ. വിൽ പവർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ബുക്ക്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജ് പഠിക്കുമ്പോൾ ഒരു ബുക്ക്, ഇപ്പൊ ഈ വയസ്സിൽ ബുക്ക് പഠിക്കാൻ വയ്യ. ഒരു 500 പേജ് ബുക്ക് നിങ്ങൾക്കൂടെ പഠിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റും, 15 ദിവസം മതി. ബട്ട് വി വോണ്ട് ഡു ദാറ്റ്. നമ്മൾ ചെയ്യില്ല, ബിക്കോസ് നമുക്ക് വിൽ പവർ ഇല്ല. അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല, പറ്റും. അപ്പൊ നമുക്കൊരു മടിയാണ്.
ഡെയിലി ഒരു 4 മണിക്കൂർ ഇതിനു വേണ്ടി കാലത്ത് 2 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഇങ്ങനെ വരാത്ത പറ്റൊന്നും ഉണ്ടാ. പക്ഷെ നമ്മൾ വിൽ പവർ വി ആർ നോട്ട് യൂസിങ് ദറ്റ്. അതേമാതിരിയാണ് നമ്മുടെ ലൈഫ് വന്ന് മീനിങ് ഫുൾ ആണ്. ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇത് പുരന്തൻ സാറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് അച്ഛൻ്റെ അമ്മേൻ്റെയോ ടീച്ചർ റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങളുടെ മീനിങ് ഫുൾ ലൈഫ് മീനിങ് ഫുൾ ആണെന്ന് കണ്ടെത്തുന്നതും ലൈഫിന്റെ മീനിങ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി അവിടെ ജനിച്ചിരിക്കുന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ അത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് ദൈവം എനിക്ക് കണ്ണ്, മൂക്ക്, കാത്, ബുദ്ധി എല്ലാം തന്നു, നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത്. ദൈവമേ എനിക്ക് പറഞ്ഞതാ, ദൈവമേ എനിക്ക് പറഞ്ഞതാ, ദൈവം എനിക്ക് പറഞ്ഞു തരില്ല. പുരന്തൻ സാർ പറഞ്ഞു തരില്ല, അബ്ദുൽ കലാം പറയില്ല. നിങ്ങളുടെ ലൈഫിന്റെ മീനിങ് എന്താണ്, നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറ്റില്ല എന്നുള്ളത് ഡിസ്കവർ ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. That you have to exercise your willpower. Willpower is given to you by nature, by God, or whatever. That you need to employ your willpower. So that is called will to meaning. Okay, sir. Okay. Okay, thank you, sir. Okay, sir. ഇനി സുരേഷ് കുമാർ സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സർ ഒന്ന് സംസാരിച്ചോളൂ. സർ, വളരെ യുണീക്ക് ആയിട്ടും വളരെ ഡിഫറെന്റ് ആയിട്ടും എക്സലന്റ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. താങ്ക്സ് എ ലോട്ട്. സാർ ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ബുക്കിന്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Man Search for Meaning. For meaning. Man Search for Meaning. നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളോ ടൈപ്പ് ചെയ്താൽ ഇഷ്ടം പോലുള്ള വീഡിയോകളും ഓഡിയോകളും കിട്ടും. നിങ്ങൾക്ക് വിക്ടർ ഫ്രാങ്ക്ലിന്റെ ലെക്ചർ തന്നെ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ട്. ബുക്ക് 120 രൂപ 150 രൂപ ഉള്ളൂ. യു ക്യാൻ ബൈ ദാറ്റ്. ഇറ്റ്സ് വർത്ത് ടു ബൈ. മലയാളത്തിൽ ആരും എഴുതിയിട്ടുണ്ട്, എനിക്ക് ആരാന്ന് അറിയില്ല. ബിക്കോസ് ഇറ്റ്സ് ട്രാൻസ്ലേറ്റഡ് ഇൻടു 175 ലാംഗ്വേജസ്. പിന്നെ സാറിനെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഒന്ന് തരുമോ? ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട് സർ, ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട് നമ്പർ, സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്. ഇട്ടു. നിങ്ങൾ ഇട്ടോളൂ. ഇട്ടിട്ടുണ്ട്. അഡ്മിൻ ഇട്ടോളൂ. ലെറ്റ് ദം യൂസ് ദാറ്റ് നമ്പർ. എനിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Any other question? Yes, ശ്രുതി കിഷോർ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. Please. Yeah. Thank you. Hi sir. Thank you so much. വളരെ നല്ല സെഷൻ ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. Okay. സർ, എനിക്ക് ഇപ്പൊ ലോഗോതെറാപ്പി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലെ? ചെറിയ പ്രായം മുതൽ ലോഗോതെറാപ്പി കുട്ടികളിൽ കൊടുത്തു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നു. യെസ്. പക്ഷേ നമ്മള് കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് സാധാരണ ഒരു ഏജ് ആയിട്ടുള്ളവര്, ഒരു ഈ വീട്ടിൽ ഒരാൾ ക്യാൻസർ ഒന്ന് സഫർ ചെയ്യുന്ന കണ്ടവര്, ഇല്ല ഇങ്ങനെ എന്തെങ്കിലും ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ട്, സ്ഥലം വിട്ട് മാറിപ്പോവര്, ഡിസ്ലൊക്കേറ്റ് ആയവര്, ഈ പാകിസ്ഥാൻ ഇന്ത്യ ഒക്കെ ഓടി വന്നവര്, ഇത് ഈ സമയത്ത് പാർട്ടിഷൻ സമയത്ത്, പിന്നെ എങ്ങനെ നമ്മള് മൈഗ്രേറ്റ് ആയവര്, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്കാണ് ഇത് വേഗം എളുപ്പം മനസ്സിലാകുക. ബിക്കോസ് സഫറിങ് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. ലൈഫ് എക്സ്പീരിയൻസ് വേണം അല്ലേ? അതെ. ചെറിയ കുട്ടികളൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ മാഡം എന്തൊക്കെയോ പറയണം തോന്നും. ബിക്കോസ് ഇഫ് യു ടോക്ക് അബൌട്ട് ഡെത്ത്, യു ടോക്ക് അബൌട്ട് അൺസർട്ടനിറ്റി, ഇഫ് യു ടോക്ക് അബൌട്ട് ഡിസ്പാർ, ദി പീപ്പിൾ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ സ്ട്രെങ്ത് എന്താണ്, മീനിങ് എങ്ങനെ നമുക്ക് മീനിങ് ഫുൾ ആക്കാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ക്ലാസ്, നിങ്ങളിപ്പോ സയൻസ് ടീച്ചർ ആയിരിക്കാം, മാത്സ് ടീച്ചർ ആയിരിക്കാം, ഇംഗ്ലീഷ് ടീച്ചർ ആയിരിക്കാം, ക്ലാസിന്റെ ഇടയിൽ കൂടെ ഒരു ദിവസം ഒരു 5 minutes നിങ്ങൾ ഹൂമിന്റെ അഡ്മയർ എന്നൊക്കെ ചോദിക്കാം. വാട്ട് ഇസ് യുവർ സ്ട്രെങ്ത്? ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ. ഒരു എന്താ പറയാ, ടീച്ചറെ ഡിസ്റ്റർബ് ചെയ്യുന്ന ക്വാളിറ്റി വെച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും, ഈ പഠിക്കാൻ പറഞ്ഞ പഠിക്കാത്ത കുട്ടികളുണ്ടാവും. സോ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെടുത്ത് ഈ ലോഗോതെറാപ്പി യു ക്യാൻ അപ്ലൈ, ബട്ട് തെറപ്പി ടീച്ച് ചെയ്ത് അവർക്ക് മനസ്സിലായില്ല. യു ക്യാൻ അപ്ലൈ ടു ദം. ഫിയർ ഉള്ളവർക്ക് യു ഹെൽപ് ദം ടു ഓവർകം ദ ഫിയർ. സ്റ്റാമിന ഉള്ള കുട്ടികളുണ്ടാവും, സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടികളുണ്ടാവും, ഷൈ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. യു ക്യാൻ യൂസ് ദിസ് ടു ഹെൽപ് ദം ടു ഓവർകം ദാറ്റ്. യൂസ് തിയറി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. തിയറി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഏജ് പക്വത വരണം. താങ്ക് യു സർ. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ലോഗോതെറാപ്പി യൂസ്ഫുൾ ആവുമോ? യൂസ്ഫുൾ ആവും. അത് നിങ്ങള്
ഈ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ അവർക്ക് കോർ വാല്യൂ എന്താ വെച്ചാൽ അതിനെ അബാൻഡൻ ചെയ്യുക എന്നുള്ള ഭയമാണ്. അതെ അതെ അതെ. സോ യു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് യു ആർ ഓൾറെഡി അലോൺ. ഇപ്പൊ എനിക്ക് തലവേദന വന്നു, എന്റെ തലവേദന ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? വി ആർ അലോൺ. ഞാൻ ഇതിൽ പലരും പറഞ്ഞില്ല കേട്ടോ, ബിക്കോസ് 1 hour കൊണ്ട് വളരെ ലിമിറ്റേഷൻ ഉണ്ട്. ലോഗോതെറപ്പി പറയുന്ന വേറൊരു അസംഷൻ, വി ആർ അലോൺ. ഇപ്പൊ ഞാൻ മരിക്കുമ്പോൾ ഐ നീഡ് ടു ഗോ അലോൺ, നോ ബഡി വിൽ കം അലോങ് വിത്ത് മീ. ഇപ്പൊ എനിക്കൊരു പെയിൻ ഉണ്ട്, ക്യാൻസർ ആണ്. സോ ദ പെയിൻ ഐ നീഡ് ഓൺലി ഐ ഹാവ് ടു എക്സ്പീരിയൻസ്, നോ ഐ കനോട്ട് ഷെയർ ടു അതേഴ്സ്. സോ ഐ എം ഓൾറെഡി അലോൺ. സി എന്നെ ചുറ്റിയ there are people, എന്റെ വൈഫ് ഉണ്ട്, അമ്മയുണ്ട്, പലരും ഉണ്ട്. പക്ഷെ എന്റെ പെയിനൊന്നും അവർ ഷെയർ ചെയ്യില്ല. Similarly, they are also alone. അപ്പോ see, when I am alone, how can you abandon me? Because ഞാൻ ആരും അബാൻഡൻ ചെയ്യാനുള്ള ഭയം തന്നെ ഇറേഷണൽ ആണ്. You are already alone. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ സെഷൻ കുറച്ചുകൂടെ ലെങ്തി ആവും അല്ലേ? അല്ല, ഇതിന് ഒരു ഭയങ്കര എമോഷണൽ അവർ പറയില്ല. പക്ഷെ നമ്മൾ അവര് ഇന്റർവ്യൂ ചെയ്യുമ്പോ ഈ ബോർഡർ ലൈൻ എന്നുള്ളത് മറ്റ് ഡിസോർഡറിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഇതാണ്, അബാൻഡൻ ചെയ്യുക എന്നുള്ള ഭയമാണ്. അതാണ് ഡിസ്റ്റിങ്വിഷ് ദിസ് വിത്ത് അതർ ഡിസോർഡേഴ്സ്. അപ്പൊ അത് യു ആർ ഓൾറെഡി അലോൺ ആൻഡ് whom will you abandon you? How can I abandon you? Because you are already alone. I am already alone. Okay, 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 sir. So it may not be in one session, but ഒരു few session. നിങ്ങൾ ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞാണ്, അവർ ഡയറക്റ്റ് ആയിട്ട് പറയാതെ അവരുടെ അത് ഇത് മനസ്സിലാക്കിയാൽ മതി, അത് തന്നെ മാറിക്കോളും. സോ ഇറ്റ് ക്യാൻ അപ്ലൈ ടു എനി, ഈവൻ സ്കിസോഫ്രീനിയ കൂടെ യു ക്യാൻ അപ്ലൈ ഇറ്റ്. ബട്ട് you should have understanding and you should have the creativity. Okay, okay, okay. Thank you, sir. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Wings of Life ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. സാബു സാർ ആണോ? ഹലോ സാർ. ഹലോ, കേൾക്കാമോ സാറേ? ഒരു സംശയം. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഹലോ, tell me, ask me. പറഞ്ഞോളൂ സാർ, കേൾക്കാം. പറഞ്ഞോളൂ. സാറേ കേൾക്കാമോ? സാബു ആയിരുന്നേ. കേൾക്കുന്നുണ്ട്. സാറേ, ഈ ലോഗോതെറാപ്പിയില് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ നീഡ് ഹൈറാർക്കി തിയറിയിലുള്ള ഒരു ലെവലുണ്ടോ, മനുഷ്യൻ എത്താവുന്ന ഒരു ലെവൽ? ആ ഒരു കൺസെപ്റ്റുമായിട്ട് ഇതിന് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻസ് സാർ. ഈ മാസ്ലോ സെൽഫ് ആക്ച്വലൈസേഷനെ പറ്റി സംസാരിച്ചിരുന്നു. ഇതിന് മേലെ ഇങ്ങനൊരു ലെവലുണ്ട്, സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞിട്ട്. അതെന്താന്ന് വെച്ചാൽ, സെൽഫ് ആക്ച്വലൈസേഷൻ എൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഞാൻ റിയലൈസ് ചെയ്യുന്നതാണ്. എൻ്റെ എന്ത് കഴിവുണ്ട് എന്നുള്ളത്. ഇപ്പൊ മഹാത്മാഗാന്ധി, ഞാൻ ചെറുതെ ഒരു ലായറായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ടതല്ല, എനിക്ക് നേഷനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കി. സോ ദാറ്റ്സ് കോൾഡ് സെൽഫ് റിയലൈസേഷൻ. ഇതിന് മേലെ ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ട്, സെൽഫ് ട്രാൻസെൻഡൻസ്. അത് വന്ന് എല്ലാ റിലിജനിലും പറയുന്നതാണ്, ഹിന്ദുസത്തിൽ വിസിബിൾ ആയിട്ട് പറയുന്നതാണ്. എന്താന്ന് വെച്ചാൽ, സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബോഡി മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഇതെല്ലാം ഞാൻ തന്നെയാണെന്നുള്ള ആ അദ്വൈത ബോധം. അദ്വൈതം കേട്ടിട്ടുണ്ടോ? ഐ ആം ദാറ്റ് എന്നുള്ളത്. അതാണ്. അപ്പൊ ഞാൻ വന്ന് ഹിന്ദു അല്ല, ഞാൻ മുസ്ലിം അല്ല, ഞാൻ ഈ ബോഡി അല്ല, ഞാൻ ഹ്യൂമൻ മാത്രമല്ല, ഐ ആം ലിവിങ് ഓർഗാനിസം ലൈക്ക് എനി അതർ ഓർഗാനിസം. അതിനെ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയാം. ഈ ലോഗോതെറപ്പി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സെൽഫ് ട്രാൻസെൻഡൻസ്. ഇറ്റ്സ് വൺ സ്റ്റെപ്പ് അബവ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരു മനുഷ്യന് എത്താവുന്ന ഒരു പവർ, മാക്സിമം ലെവലാണല്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ. അല്ല, അതിന്റെ മേലെയാണ് സെൽഫ് ട്രാൻസെൻഡൻസ്. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പൊ അതെങ്ങനെയാണ് പ്രാക്ടീസിലേക്ക് വരുന്നത്? ഇപ്പൊ ലോഗോതെറാപ്പിയുടെ ഏത് പോർഷനിലാണത് നമുക്ക് അങ്ങനെ ഒരു ലോഗോതെറപ്പി ഇത് നമ്മൾ തനിയെ പറയാറില്ല. പക്ഷെ ഇത് എൻറ്റയർ ലോഗോതെറപ്പി ഈസ് ബേസ്ഡ് ഓൺ, അതിൻ്റെ ഉള്ളിൽ ഒരു റിലിജൻ ഉണ്ട്. ലോഗോതെറപ്പി തന്നെ ഒരു റിലിജനാണ്. റിലിജൻ ഇൻ ദ സെൻസ്, അത് ഗാഡിനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ലേ ഉള്ളൂ. ഗാഡ് എന്നുള്ള പേര് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നില്ല. സാൽവേഷൻ, ഈ മോക്ഷം എന്നുള്ളത് പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ ഇത് സ്പിരിച്വൽ. ലോഗോതെറപ്പി വേണം സ്പിരിച്വൽ തന്നെയാണ്. ലോഗോതെറപ്പി വേണം വൺ സോർട്ട് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ പറയില്ല. അത്
ഡയറക്റ്റ് ആയിട്ട് റിലീജിയസ് കോൺടാക്റ്റിൽ അല്ലാതെ ഇത് സ്പിരിച്വാലിറ്റിയാണ്. മനുഷ്യനെ ഈ ലെവലിൽ നിന്ന് സ്പിരിച്വൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് സെൽഫ് ആക്ച്വലൈസേഷനേക്കാൾ ഒരു സ്റ്റെപ്പ് ഹയർ ആണ്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യില്ല. ഇത് സ്പിരിച്വാലിറ്റി ആണത്. ലോഗോതെറാപ്പി പറഞ്ഞത് സ്പിരിച്വാലിറ്റിയാണ്. സാർ ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള ഒരു അല്ല 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 ലോഗോ concept. പറഞ്ഞ God- മീനിങ് എന്നുള്ളത്. ലോഗോ പറഞ്ഞ മീനിങ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ. ഓക്കെ 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 താങ്ക്സ് പക്ഷേ സാർ. ഇത് വെരി ഗുഡ് സെക്ഷൻ. സ്പിരിച്വൽ ആണ്, സ്പിരിച്വാലിറ്റിയാണ് ഇത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മതത്തില് നമ്മൾ ഇസ്ലാമോ ഹിന്ദുവോ ക്രിസ്ത്യൻ അങ്ങനെ ഒരു ഇത് വരുന്നു, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി ഡയറക്റ്റ് സംസാരിക്കില്ല. പക്ഷേ ഇത് സ്പിരിച്വാലിറ്റി തന്നെയാണ്. ദാറ്റ് മീൻസ് ഗോഡും മനുഷ്യനും ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ സാർ ഉദ്ദേശിക്കുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആണ് ആണ് ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. യെസ്. ഗാഡിന്റെ Okay, okay, thank you, sir. Thank വിശ്വാസമില്ലാത്തവരുണ്ടാകും. you. ഗാഡിന് വിശ്വാസമില്ലാത്തവർ നേച്ചറിനോട് മനുഷ്യനോട് ഡയറക്റ്റ് കണക്ഷൻ, അതാണ് സ്പിരിച്വാലിറ്റി. ഓക്കെ, ക്രിയേറ്ററുമായിട്ടുള്ള കണക്ഷൻ, ക്രിയേറ്ററും അതെ, മനുഷ്യനുമായിട്ടുള്ള കണക്ഷൻ. അതെ 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 യെസ്. അത് ലോഗോതെറാപ്പി ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദാറ്റ്. പക്ഷെ അവര് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കില്ല. ബിക്കോസ് പീപ്പിൾ കം ഫ്രം ഡിഫറെന്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ്, നോൺ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഡയറക്റ്റ് സംസാരിക്കില്ല. ബട്ട് ഇത് സ്പിരിച്വാലിറ്റി തന്നെയാണ്. സാർ ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ആ ഹോളോകോസ്റ്റിന്റെ സമയത്ത് അദ്ദേഹം ഒരു യൂതനാണല്ലോ, അയാൾ ജ്യൂസ് ആണല്ലോ. യൂതനാണ്. അപ്പൊ പുള്ളിയുടെ എക്സാക്ട് ഫീലിംഗ് എന്തായിരുന്നായിരിക്കും? അപ്പൊ പുള്ളി ഒരു റിലീജിയസ് ബേസ്ഡ് ആണല്ലോ പുള്ളി. അപ്പൊ പുള്ളി റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അല്ല, പുള്ളി റിലീജിയസ് ബേസ്ഡ് അല്ല. അയാള് യൂതനായിട്ട് ജനിച്ചു എന്നേ ഉള്ളൂ. അത് അയാൾ ന്യൂറോളജിസ്റ്റ് ആണ്. ഡോക്ടർ ന്യൂറോളജിസ്റ്റ് ആണ്. He is not a religious person, but he born as a Jew. Like I born as a Hindu, but I am not a religious person. Like you are as a Muslim, not necessarily you are preaching Islam to others. He is not a religious person. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അതുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ആ യൂതമതത്തിൽ പറയുന്ന ഒരു എന്താ എനിക്കറിയില്ല, അത് എന്താന്ന് അറിയില്ല. അതുണ്ട് അതിൽ, ലേസായിട്ടുള്ള ഒരു ഇതുണ്ട് അതിൽ. ബിക്കോസ് അയാൾക്ക് US രക്ഷപ്പെട്ടു പോകാൻ ഒരു വിസ കിട്ടിയ അയാൾക്ക്. പക്ഷെ യൂതമതത്തിൽ ഇങ്ങനെ എന്താണ് മാതാപിതാക്കളിനെ രക്ഷിക്കൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അനുസരിക്കണം. അതെ, അല്ല അവരെ രക്ഷിക്കണം നമ്മുടെ കടമയാണെന്നുള്ള ഒരു അത് 10 കമാൻഡ്മെന്റിൽ ഒന്നാണ്. അപ്പൊ അയാൾ ഇങ്ങനെ റാൻഡമായിട്ട് ഒന്ന് എടുത്തപ്പോൾ അത് കണ്ടു അയാൾ. അപ്പൊ അയാൾ കിട്ടിയ വിസാനെ കീറി കളഞ്ഞിട്ട് ആള് എസ്കേപ്പ് ആകാൻ വില്ലിങ് ആയിരുന്നില്ല. ആൾക്ക് ഈ ഇതിന്ന് നാസിന്ന് രക്ഷപ്പെടായിരുന്നു. പക്ഷെ അച്ഛനമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാൾ അച്ഛനമ്മേന്റെ കൂടെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അയാൾ ആ വിധത്തെ ആള് യൂതൻ തന്നെയാണ്. അതർവൈസ് ഈസ് നോട്ട് റിലീജിയസ് അല്ല അയാൾ. പക്ഷെ അമേരിക്കക്ക് അയാൾ രക്ഷപ്പെട്ട് ഓടിയില്ല. ആൾക്ക് നല്ലവണ്ണം അറിയാം കൺസേഷൻ പോയി പെടുന്നുള്ളത് അറിഞ്ഞിട്ടും അച്ഛനമ്മനെ വിട്ടു പോകാൻ ഉള്ള മനസ്സില്ലാത്തതുകൊണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, താങ്ക് യു. ഉൽഹനൻ സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സർ ചോദിച്ചോളൂ. നിഷ മാം, താങ്ക് യു. സുരേന്ദ്രൻ സർ, ഉൽഹനൻ പാലക്കാട് നിന്ന്. സർ കേൾക്കാമോ? ഉലകൻ സാർ ഉലകൻ സാർ എന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോളൂ. ഒരു സംശയം ചോദിക്കാനാണ് സർ. നമ്മൾ വിക്ക് മാറ്റുന്നതിന്, സ്റ്റാമറിങ് മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താ സർ ഈ ലോഗോതെറാപ്പിയിലെ? സ്റ്റാമറിങ് സാർ ഞാൻ അതാണ് എലാബറേറ്റ് ഡിസ്കസ് ചെയ്ത് അത് മാത്രം തന്നെയാണ്. അത് അവരോട് സ്റ്റാമർ ചെയ്യാൻ പറയാം. സ്റ്റാമറിനെ ഹൈഡ് ചെയ്യണ്ട എന്ന് പറയാം. നമ്മൾ ഹൈഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് പേടി വരിക. സ്റ്റേജിൽ ഈ കുട്ടികൾക്ക് ഞാൻ പെർഫോം ചെയ്യണം. ഇപ്പൊ ആൺകുട്ടിയാണെങ്കിൽ എന്നെ കളിയാക്കും, ഇല്ല ആൺകുട്ടികളെ എന്നെ ബുലി ചെയ്യും, ടീച്ചർ എനിക്ക് റെസ്പെക്ട് തരില്ല, നോബഡി ലവ്സ് മീ, നോബഡി. ആ ഉള്ളിലുള്ള ഭയം കൊണ്ടാണ് അവൻ വെക്കലുണ്ട്. അതുകൊണ്ട് അവൻ കൂടുതൽ ശ്രമിക്കില്ല. സോ അവനോട് നീ വിക്കിക്കോ എന്ന് പറയാം. യു ടെൽ ദ എക്സാമ്പിൾ ഓഫ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരി വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്റ്റാമറർ. എത്ര പേർക്ക് അറിയില്ല. അയാളെ സ്റ്റാമറിങ് കൊണ്ടാണ് ഈ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്ത് ഡൽഹി പോണതൊക്കെ. സ്റ്റാമറിങ് എങ്ങനെ തടഞ്ഞു പറയും? അയാള് വേൾഡിലെ ഫസ്റ്റ് എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അയാളുടെ. ചൈനീസ് മറ്റൊക്കെ എലക്റ്റഡ് അല്ല. ഇന്ദിരാഗാന്ധി ഡിസ്മിസ് ചെയ്തു, അത് വേറെ. പക്ഷെ അയാളുടെ സ്റ്റാമറിങ് കൊണ്ട് തന്നെയാണ് അയാൾ ഇത് മുഴുവൻ ഇത് എടുത്തത്. സ്റ്റാമറിങ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. നമ്മൾ പ്രോബ്ലം ആണ് വിചാരിക്കുമ്പോൾ അത് പ്രോബ്ലം ആകുക.
ഓക്കെ സർ, താങ്ക് യു. കുട്ടികളുടെ അടുത്ത് സ്റ്റേജിൽ വന്നിട്ട് സ്റ്റാമർ ചെയ്യാൻ പറയാം. ഇപ്പൊ ഒരു മിനിറ്റിന് ഒരു 3 times സ്റ്റാമർ ചെയ്യാൻ, ഒരു മിനിറ്റ് 5 times സ്റ്റാമർ ചെയ്യാൻ പറയാം. യു ഡു സ്റ്റാമറിങ് ആർട്ടിഫിഷ്യലി, ഡു മോർ സ്റ്റാമറിങ് എന്ന് പറയാം. എൻകറേജ് ചെയ്യാം. ഇപ്പൊ ടീച്ചറും മറ്റേ സ്റ്റുഡൻസും സ്റ്റാമർ ചെയ്യുമ്പോൾ ഞങ്ങളെ ക്ലാപ്പ് ചെയ്യാം, നീ സ്റ്റാമർ ചെയ്യുന്നു പറയാം. അപ്പൊ അവരുടെ ആൻസർ തന്നെ പൊക്കോളൂ. ഓക്കെ സർ, താങ്ക് യു. സാറേ, ഈ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോ ലോഗോതെറാപ്പി വർക്ക്ഔട്ട് ആവോ? ഈ ഡിപ്രഷനിൽ മാറാൻ എന്ത് ചെയ്യണം? സാർ, ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാണുന്ന വെച്ചാൽ, ഞാൻ കാണുന്നത് അത് ഒരു എന്തോ ഒരു ബ്രെയിനില് ഡിസോർഡർ എന്നൊക്കെ പറയും. ബട്ട് ഞാൻ കാണുന്നത് ആക്ടിവിറ്റി ഇല്ല എന്നാ പറയാം. ഇപ്പൊ നമുക്ക് ഈ ചെറിയ സന്തോഷങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വന്ന് എന്റെ പഴയ സുഹൃത്തിനെ കാണുമ്പോൾ, ഇപ്പോ ഉല്ലയൻ സാറിനെ കണ്ടപ്പോ, ഞാൻ അനീഷ മാഡത്തിനെ കണ്ടപ്പോ, ഞാൻ ആ നമ്പൂരിനെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. ബിക്കോസ് ഐ നോ ദം. ചെറിയ സന്തോഷമാണ്. അതുപോലെ ഞാൻ ഇങ്ങനെ വെളിയിൽ പോയി ചെറിയ കുട്ടികൾക്ക് ഒരു തുമ്പിനെ കണ്ട സന്തോഷമാകും, ഒരു ഉടുപ്പ് കിട്ടിയ സന്തോഷമാകും, കുട്ടി ഇങ്ങനെ പച്ചിനിപ്പോ ഞാൻ കത്തിയ സന്തോഷമാകും. പക്ഷെ നമുക്ക് ആ സന്തോഷം വരുന്നില്ല. ബിക്കോസ് വി ആർ ആൾ ഡിപ്രസ്. ബ്രെയിൻ ഇങ്ങനെ എന്തോ ഒരു കെമിക്കൽ എന്തോ ആയി. കുട്ടികൾക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് പൊങ്ങിച്ച സന്തോഷം വരും. ഇപ്പൊ നമ്മളെ എടുത്ത് പൊങ്ങിച്ചാൽ നമുക്ക് ഭയമാണ് വരിക, അയ്യോ താഴെ ഇടുക എന്നുള്ളത്. ബിക്കോസ് ആ ബ്രെയിൻ സംതിങ് റോങ്. പിന്നെ ആക്ടിവിറ്റി, ഈ ചെറിയ ആക്ടിവിറ്റീസ്, വെളിയിൽ പോകുക, നടക്കാൻ പോകുക, ഫ്രണ്ടിനെ കാണുക, സംസാരിക്കുക, വീട്ടിൽ കുക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പഴയ ബുക്കൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ആക്കി വെക്കുക, അങ്ങനെ ചെറിയ വർക്ക് ചെയ്യാതെ മൊക്കിൽ മുണ്ടാതിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയാം. ലാസ്റ്റ് ടൈം ടു ഡു ദിസ് വർക്ക് സിംപ്ലി സ്ലോലി. അത് ചെയ്യാതിരുന്ന വലിയ ഡിപ്രഷൻ ആകും. പിന്നെ മരുന്ന് കൊടുക്കുക, പിന്നെ ഷാക്ക് വെക്കണം, പിന്നെ തെറപ്പിക്ക് കൊണ്ടുപോകണം. ഒരു ചെറിയ ഒരു പെൺകുട്ടിക്ക് ഒരു നമ്മുടെ ഗാർഡനിൽ 2 പൂ പറിച്ചു കൊടുത്താൽ അതുകൊണ്ട് കൂട്ടി കളിച്ചോളൂ. ബട്ട് നിങ്ങൾ പ്ലീസ് ഞാൻ ഗോൾഡ് കൊണ്ടുവന്ന് തരണം. ഇത് എന്തൊരു ആറ്റിറ്റ്യൂഡാണിത്. ഞാൻ വന്നാൽ തന്നെ നിങ്ങൾ സന്തോഷിക്കണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ കല്യാണമാണ്, ബോംബെ നിന്ന് വന്നാൽ തന്നെ യു ഹാവ് ടു ബി ഹാപ്പി. ഇയാൾ ഗോൾഡ് കൊണ്ടുവന്നില്ല വെച്ച് യു ആർ ക്രിയേറ്റിംഗ് ഡിപ്രഷൻ ഫോർ യുവർ സെൽഫ്. പിന്നെ എനിക്ക് എത്ര വലിയ വീട് വേണം, മറ്റുള്ളവർ കാർ വേണം, എനിക്കത് കിട്ടാതെ പോകുമ്പോൾ ഞാൻ ഡിപ്രസ് ആകണം. എന്തിനാ നമുക്ക് ദൈവം എല്ലാം തന്നിട്ടില്ലേ? ചിലർക്ക് ഒരു കഴിവുണ്ടാവും, ചിലർക്ക് പാടാൻ കിട്ടും. എനിക്ക് പാടാൻ കിട്ടിയില്ല അവർക്ക് അറിയാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ എനിക്ക് ഇല്ല പറയുന്നതുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ വരുന്നത്. എന്തെല്ലാം ഇല്ലാത്തതോ അതിനൊക്കെ ലിസ്റ്റ് ഇട്ട് ഞാൻ സർവ്വകാലം 24 മണിക്കൂർ അതിനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡിപ്രസ് ആകുന്നത്. എൻ്റെ അടുത്ത് ഇതുണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും, എനിക്ക് ലോകത്തിലേക്ക് പറയാൻ പറ്റും, എനിക്ക് ഭക്ഷണമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മോളുണ്ട്. എനിക്ക് എവിടെ ഡിപ്രഷൻ? മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത്. അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് മേക്ക് ദം ടു അണ്ടർസ്റ്റാൻഡ്. ഡിപ്രഷൻ തന്നെ പൊക്കോളും. പിന്നെ ചെറിയൊരു ആക്ടിവിറ്റി നമ്മള് കേരളത്തിൽ ഞാൻ അങ്ങനെ അധികം പരിചയമില്ല. പക്ഷെ നാട്ടിലൊക്കെ എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ അവിടെ തനിയെ വീട്ടിലൊരു കുളമുണ്ട്. കുട്ടികൾ കുളത്തിൽ പോയി ചാടുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇപ്പൊ അത് വരുന്നില്ല. ഇപ്പൊ എനിക്ക് സ്വിമ്മിംഗ് പൂൾ വേണം, എനിക്ക് ക്ലബിൽ മെമ്പർഷിപ്പ് വേണം, ക്ലബ് മഹേന്ദ്രൊക്കെ. ഇതൊക്കെ ഒരു തരം മാനസിക രോഗമല്ല. നാട്ടിലെ എൻ്റെ മുത്തച്ഛൻ്റെ വീട് അവിടെ ഉണ്ട്. കുളത്തിൽ പോയി ചാടിയാൽ മതി, ഫ്രീ ആണ്. ഞാൻ അത് ചെയ്യാതെ എനിക്ക് ക്ലബ് മഹേന്ദ്രയുടെ ഒരു 3 lakhs rupees മെമ്പർഷിപ്പ് കാർഡ് വേണ്ട, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോകുള്ളൂ എന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു ഇതല്ലേ. പിന്നെ ഡിപ്രഷൻ ആകാണ്ട് പിന്നെ എന്താണെന്ന് പറയും. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മലകളാണ്. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോണ മല കാണാന്ന് പറഞ്ഞാൽ ഇതെന്തൊരു വിഡിത്തമാണ്. വീട്ടിന്റെ അടുത്തുള്ള മല കണ്ടാ പോരെ? പൈസ ഉള്ളവൻ പോവും, അവിടെ കിട്ടുന്ന അതേ സുഖം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഡിനൈ ചെയ്യാം, ഇല്ലാത്തതിന് വേണമെന്ന് ഭോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ തൊട്ടവീട്ടുകാരന്റെ ഭാര്യ ഭംഗിയുണ്ട് പറഞ്ഞാൽ അത് ഡിപ്രസ് ആയത് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡിപ്രഷനാണോ? ഈ ഡിപ്രഷൻ തന്നെ ഇല്ലാജിക്കലാണ്. ഡിപ്രഷൻ തന്നെ അതന്നെ ഒരു വലിയ ഭ്രാന്താണിത്. ഇതിനൊക്കെ ചികിത്സിക്കുന്നതല്ല വേണ്ട. അവന് ഡിപ്രസ് പൊക്കോന്ന് പറഞ്ഞതാണ് ബെസ്റ്റ്. ആ ഡിപ്രഷൻ സ്വയം ഉണ്ടാക്കുന്നതാണത്. ചെറിയ കുട്ടികളാകുമ്പോൾ ഓക്കെ, നമുക്ക് വലിയവന് ഒരു 20-25 വയസ്സ് ഡിപ്രഷൻ പറഞ്ഞാൽ അവനെയൊക്കെ ഡിപ്രസ് ആയി പൊക്കോ പറയേണ്ടതാണ്. ഇത് ഡിപ്രഷൻ ഒരു സംഭവം ഇല്ല സാർ. ആക്ടിവിറ്റി ഇല്ലാതെ പോകുമ്പോഴേ ഡിപ്രഷൻ നമ്മൾ പറയാം. യു ബിക്കം ആക്റ്റീവ്. വീട്ടിലിങ്ങനെ ബുക്കൊക്കെ എടുത്ത് തട്ടിത്ത് വെക്കൂ, കുക്ക് ചെയ്ത് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൂ, ഒരു വാക്കിംഗ് പോ, റണ്ണിങ് പോ, അയൽവാസിയോട് തൊട്ട വീട്ടിലുള്ള വയസ്സായ ഒരാളടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിക്കൂ. എവിടെ ഡിപ്രഷൻ? ഇത് ചെയ്യാതെ കൊണ്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. When you try to do this, when you are not able to do, then you come to me or you come to a psychiatrist. ഇത് ഒന്ന് ശ്രമിക്കാതെ എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു തരം കളിയാണത്. സോ ഡിപ്രഷൻ എന്നുള്ളത് തന്നെ ഒരു വേസ്റ്റ് ആണ്. I used to tell people,
അതങ്ങനെ സ്റ്റൈൽ കാണിക്കും. See, there is a joy, there is a depression. Which one you choose? എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന സന്തോഷമായിട്ടുള്ള എൻ്റെ മെമ്മറീസ് ഉണ്ട്, ഞാൻ അതിനെ ഓർക്കാം. എനിക്ക് ചില കിട്ടാണ്ട് പോയ ചില അതും എനിക്ക് ഓർക്കാം. ഈ സദാ സർവകാലം എനിക്ക് കിട്ടാത്തത് മാത്രം ആലോചിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് അതിൽ എൻ്റെ ഗുഡ് മെമ്മറീസ് ഉണ്ട്, അതിനെ ഓർക്ക്. 2 മിനിറ്റ് ഓർക്ക്, 5 മിനിറ്റ് ഓർക്ക്, 10 മിനിറ്റ് ഓർക്കൂ, ഡിപ്പെൻഡ് തന്നെ പൊക്കോളും. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവൻ അവനാണ് മറ്റേ തെറപ്പിക്ക് പോണത്, ലാസ്റ്റ് സൈക്കാട്രിക്ക് പോകുന്നത്, ലൈഫിലാ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനാണ്. ദിസ് ഇസ് ലോഗോ തെറപ്പി അങ്ങനെ പറയുന്നത്. അവന്റെ സ്ട്രെങ്ത് നിന്റെ അടുത്ത് ഇതുണ്ട്, എനിക്ക് കൈയുണ്ട്, എനിക്ക് കാലുണ്ട്, എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നുണ്ട്, നിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, നിന്റെ വീടുണ്ട്, ഭാര്യ, ഇതൊക്കെ ഉണ്ട്, ഇതുകൊണ്ട് എന്ത് നിനക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുമെന്ന് പറയാം. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. ചട്ടവീട്ടിലൊരു വയസ്സാളടുത്ത് 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ 100% സമ്മതിക്കാം. സോ യു ഡു ദിസ്. Gratitude. Say thanks to the people. Say thanks to your teacher. Say thanks to your wife because she's cooking good food. No, say thanks. And teacher പഠിപ്പിച്ച ടീച്ചർക്ക് താങ്ക്സ് പറയൂ, അച്ഛന് താങ്ക്സ് പറയൂ, നമ്മുടെ കസ്റ്റമറിന് താങ്ക്സ് പറയൂ, ക്ലയന്റിന് താങ്ക്സ് പറയൂ. നമ്മുടെ റിലിജനില് ഭക്ഷണത്തിനോട് ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുക. സോ വി ആർ താങ്കിങ് നോട്ട് ടു ദ ഗാഡ്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. We are thanking the farmer. We are thanking the nature because it provided റൈസും പഴങ്ങളും നേച്ചറാണ് നമുക്ക് തന്നത്. Thank the nature, thank the farmer, thank the man who cooked that food. ഇത് പറഞ്ഞ മനുഷ്യൻ തലയ്ക്ക് കയറില്ല വേണ്ടാണ് ഗാഡിന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഗാഡ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾ ഗുഡ്നെസ്. ലൈക്ക് ലോകത്ത് പല ഗുഡ്നെസ് ഉണ്ട്, ചാരിറ്റി ഉണ്ട്, കരുണയുണ്ട്. അതിനെയാണ് നമ്മൾ ഗാഡായിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ബൈ താങ്കിങ് ഗാഡ്, our people assume that you thank these people. See, if you are not thanking the people, then it will not work. Gratitude is also one of the psychotherapy techniques. See, in my workshops, I will ask people, write down 10 people's name and people who did good to you, like father, give me good education, mother, raise me nicely, and the teacher എനിക്ക് ഇതെല്ലാം പഠിപ്പിച്ചു, എൻ്റെ മോള് ഞാൻ പറയുന്നത് ഒബീഡിയന്റ് ആയിരിക്കുന്നുണ്ട്, എൻ്റെ വൈഫ് ആൾവേസ് ടേക്കിംഗ് കെയർ ഓഫ് മീ, എനിക്ക് എൻ്റെ ഷർട്ട് എവിടെ നിന്നോട് അറിയില്ല, ആ ഷർട്ട് എടുത്ത് തരും, എൻ്റെ ഷൂ പാളിഷ് ചെയ്തിട്ട് നോക്കും. സോ ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ. സി, ഇഫ് ഐ എം നോട്ട് താങ്കിങ് ദം, ദെൻ ഐ എം ദ സിന്നർ. ഞാൻ അവരോട് അത് ഭയങ്കര ഈഗോ ആണ്, അത് പറയില്ല. എൻ്റെ വർക്ക്ഷോപ്പിൽ ആസ്ക് ദം ടു കോൾ യുവർ, ഈ 10 പേരിൽ ഒരാളെ വിളിച്ചിട്ട് യു എക്സ്പ്രസ് യുവർ താങ്ക്. നോ സർ, അതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നു. ഐ വിൽ ഫോഴ്സ് ദം ടു ഡു ദിസ്. ചെയ്ത ശേഷം അച്ഛന് താങ്ക്സ് പറഞ്ഞ ശേഷം, ടീച്ചർക്ക് താങ്ക്സ് പറഞ്ഞ ശേഷം അവൻ്റെ ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ. സോ യു ഡു ദിസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. Gratitude is one of psychotherapy method, logotherapy method. Because of the limited time, I was not able to explain so many things. You are right. Gratitude is. സാറേ, ഈ നെഗറ്റീവ് ചിന്തകൾ കയറി വരുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ചിന്തകൾ കയറി വരുമ്പോൾ ഇത് എഫക്റ്റീവ് ആവണില്ലല്ലോ, അതാണ് വിഷയം. നെഗറ്റീവ് ചിന്തകൾ കയറി വരുന്നത് എന്തുകൊണ്ടാണ് സാറേ? Sir, you are choosing that, no? See, sir, നിങ്ങൾക്ക് അറിയാതെ നിങ്ങളുടെ തലയ്ക്ക് അത് വരുമോ? എനിത്തിങ് കം, നിങ്ങളുടെ കയ്യിൽ there is a mouse, there is a pen, there is a water bottle, there is a book, there is a ചാണകം എൻ്റെ കൈക്ക് തന്നെ വരുമോ? I am going and choosing that. I am taking this pen with my full consciousness. Like എൻ്റെ തലയിൽ തകറ്റി എങ്ങനെ, I am choosing that. You are responsible for your thoughts. No one, you cannot blame God. You cannot blame your father. You cannot blame anyone. You cannot blame me. You choose to select that. Negative thought അവിടെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ദുഷ്ടശക്തികളുണ്ട്, ദുഷ്ട thought ഉണ്ട്, നെഗറ്റീവ് ചിന്തകളുണ്ട്. You are choosing that. You use your willpower to choose best thing. So ഞങ്ങളെ ഹിന്ദുസ് ഞങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യും. So what is meditation? ഒരു ചെറിയ മന്ത്ര, സം മന്ത്ര, ഒരു മീനിങ് സൗണ്ട്, സം ഹ്രീം ശ്രീം സംതിങ്. വി റിപ്പീറ്റ് ദാറ്റ്. വൈ വി ആർ ഡൂയിങ് ദിസ്? നോ, അതായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് ഐ വിൽ തിങ്ക് അവൻ എതിർ വീട്ടുകാരനായി, അവനെ 4 പൊട്ടിക്കണം, ഇവൻ എന്നെ അങ്ങനെ പറഞ്ഞു, ഇവനെ എന്തെങ്കിലും ചെയ്യണം. ഓൾവേസ് ഐ എം ബേസിക്കലി ഐ എം എ ദുഷ്ടൻ. ഓൾവേസ് തിങ്ക് അബൌട്ട് ദിസ്. At least for the 10 minutes, after 20 minutes,
I only think about some nonsense sound like Hreem, Hreem, some sound Hreem, Hreem, Hreem. So I goes on chanting that. At least the 20 minutes, the Dushtashan എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. So that is the basic things about meditation. I did a PhD in I had a PhD in meditation. I know all time, even Islamic meditation, because I understand everything before starting my research. So meditation, the purpose, at least 20 minutes, 10 minutes, 20 minutes, അര മണിക്കൂർ ഈ മറ്റ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൈൻഡ് വിൽ ആൾവേസ് ജംപ് ഹിയർ ആൻഡ് ദയർ. മൈൻഡിന് ഒരു പണി കൊടുക്കുക. യു തിങ്ക് അബൌട്ട് ദിസ്, യു തിങ്ക് അബൌട്ട് ഗാഡ്. ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ ഗാഡ്, തിങ്ക് അബൌട്ട് ബ്രീത്തിങ് or some your object, whatever, you concentrate on this, because otherwise mind will think all rubbish things. And when you understand Vipassana, വളരെ ഫേമസ് ആണ്. മൈൻഡ്ഫുൾനെസ് വളരെ ഫേമസ് ആണ്. അത് അവരെന്താ പറയുന്നത് വെച്ചാൽ, ഒരു 10 മിനിറ്റ് യു ആർ ഏബിൾ ടു തിങ്ക് ഇൻ എ പർട്ടിക്കുലർ തിങ്, ആൻഡ് 10 മിനിറ്റ് 20 മിനിറ്റ് if you are able to avoid certain things, you will understand I only choose the negative thing, I only choose the positive things, I only choose. Understand negativity, you are choosing the negativity, and you have the willpower, you have the choice to choose good thing also. You have to accept it that I am choosing this, and you choose best thing. Now there are, see, namukku 4 friends undu, kalodiyan undu, nallavanu. So I am making friendship with this guy, no. അവൻ വന്ന് എന്നെ പിടിച്ചോണ്ടൊന്നും പോയില്ല, ഞാനാണ് അവനോട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നത്. പിന്നെ ഇപ്പൊ മണി ഇപ്പോ 9:30 10 മണി വരിക്കും. ഐ ക്യാൻ സ്പെൻഡ് മൈ എൻ്റെ സൈക്കോളജി ബുക്ക് പഴയത് വായിക്കാം, ഐ ക്യാൻ എൻ്റെ മോളോട് ഇരുന്നിട്ട് 10 മിനിറ്റ് സംസാരിക്കാം. ആൻഡ് ഐ ക്യാൻ സി pornography also. I am doing this now. Why do you blame others? And I can think about എൻ്റെ നാട്ടില് എൻ്റെ തൊട്ടവീട്ടുകാരനെ പറ്റി, ഞാൻ അവൻ അത് ചെയ്യണം, അവൻ ഇത് ചെയ്യണം. I can think that also. Or I can spend the time with my daughter also. എൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ അടുത്ത് പോയിട്ട് 10 മിനിറ്റ് സംസാരിക്കാം. But I am choosing the bad thing. Then you are blaming in the world. Logotherapy പറയുന്നത് you are responsible for your thought, you are responsible for your action, and you are responsible for your career, you are responsible for even your mood. We are setting our mood. That we need to understand. Okay. And there is no negative positive thing exists in the world, but we are choosing that, and we are creating that, and we are creating our life as hell. Okay. Sir, hope it's clear. Hello. Okay. ഇനി അടുത്ത ആള് അലി സർ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം സർ. Purandara sir, thank you very much for a wonderful class. Yes sir. Yeah, sir, വളരെ മനോഹരമായിരുന്നു. ഒരു എൻ്റയർലി ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും താല്പര്യമുണ്ട്. സാറിന്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് അറിയാനാണ്. അതെങ്ങനെയാണ്, ഓൺലൈൻ ആണോ? I used to announce, but I don't know your number directly. I will post in the group. നിങ്ങളുടെ മെന്റർക്ക് ഞാൻ അയക്കാം, അവിടെ നിങ്ങൾ വാങ്ങിച്ചോളൂ. Okay sir. So it will be online, right? Group admin ഞാൻ പോസ്റ്റ് ചെയ്യാം. I'll conduct regularly. Online. ഇപ്പൊ ഓൺലൈനിലാണ് ഈ കോവിഡ് കാരണം കൊണ്ട്. അതർവൈസ് ഐ യൂസ്ഡ് ടു കം ടു കേരള. നമ്മുടെ ജയൻ സാറൊക്കെ എനിക്ക് വർഷം പറഞ്ഞു തരുന്ന ആളാണ്, തൃശ്ശൂരില്, എറണാകുളത്ത്, തൃശ്ശൂര്, പാലക്കാട് ചിലപ്പോൾ റയറായിട്ട്, കോയമ്പത്തൂർ, പല സ്ഥലങ്ങളിൽ വർഷം കണ്ടിട്ടുണ്ട്. ഐ എം ഗുഡ് നോർത്ത് ആൾസോ, ലക്നോ, നാഗ്പൂർ, പലവിടെയും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നെഹ്റു കോളേജിൽ 2 days before, നെഹ്റു കോളേജ് പാലക്കാട്, ഓൺലൈനിൽ. ഇപ്പൊ ഐ എം ഡൂയിങ് ഓൺലൈൻ. Sometimes I do in WhatsApp also. WhatsApp is very convenient for people. Because ഇപ്പോൾ 8 to 9 നിങ്ങൾ ഇരുന്ന മാതിരി ഇരിക്കട്ടെ, യുവർ ഓൺ മെസ്സേജ് നിങ്ങൾ ഓൺ ടൈം നോക്കാമല്ലോ. Sometimes I use in WhatsApp also. Okay sir, thank you. Or you be in touch with that or Ulaganathan. Aisha ma'am, because I'm in touch with them regularly. I'm in touch with them very regularly. Because I post my group. You can share it with the positive comments, sir. Will be. Yes sir. We'll circulate in the group, sir. Yeah. Okay. Thank you. Yeah. Okay. Thank you. Okay sir. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുക്ക് കാണിക്കുന്നുണ്ട് ജയൻ സാറ്, വിക്ടർ ഫ്രാങ്ക്ലിന്, മാൻ സെർച്ച് ഫോർ മീനിങ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫീഡ്ബാക്ക് ഓർ ഡൗട്ട്സ്?
it is almost 9:40. Yes, So I think we can wind it up. is time to Yeah. wind up. Okay. Yeah. So, Okay. നന്ദി And പ്രകാശിപ്പിക്കുന്നതിനായിട്ട്. thank you for Yeah. calling me. Thank you for calling me, because I am also a Palakkad ancestry, because my grandfather's father is from Palakkad, and still my relatives in Palakkad. ഞാനിവിടെ ഇടയ്ക്ക് ലീവിലൊക്കെ അവിടെ വരാറുണ്ട്. So thank you for calling me and Okay, give me out this of thanks opportunity. നമുക്ക് സുനിൽ സാർ അല്ല, നമുക്ക് ഉണ്ണികൃഷ്ണൻ സാർ നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സ്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്, ഡയറക്ടർ ഫോർ കോൺഫറൻസസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് കോമ്പറ്റീഷൻസ്. ഉണ്ണികൃഷ്ണൻ സാർ, പ്ലീസ്, let me invite you to deliver the vote of thanks. Sir. ഉണ്ണികൃഷ്ണൻ സാർ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ബിരുദൻ സാർ, വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. വളരെയധികം യൂസ്ഫുൾ ആയി. ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് കൂടുതലും നമ്മുടെ ജീവിതത്തിൽ മുഴച്ചു നോക്കുക എന്ന് വളരെയധികം ഇത്രയും നന്നായി പറഞ്ഞു തരാൻ വേറെ ആർക്കും കഴിയുന്നെങ്കിൽ തോന്നുന്നില്ല. വളരെ വളരെ നന്ദി. അതുപോലെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ആള് നമ്മുടെ മുജീബ് സാറ്, പിന്നെ സുഹാസ് കണ്ണോ സാറ്, പിന്നെ ആരിക്കൽ സാറ്, പിന്നെ ഇതിനെ നന്നായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയ അനിഷ, എല്ലാവർക്കും വളരെ വളരെ നന്ദി. പ്രകാശ് താങ്ക് യു സാർ. Okay, thank you sir. പുരന്ദൻ സാർ, Thank you very much. Thank you for calling me. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരിക്കൽ കൂടി നന്ദി. Thank you. Okay, good Thank night. you all. Yes sir, good night. Thank you all. Good night. Thank you. Good night. Good night. Yeah. Good night. Yes sir. We'll meet sir. Yes sir. Thank you. Good night sir. So we'll leave, അല്ലേ? അത് നാസർ സാർ അത്